الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا من سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يخشى الله من عباده العلماء. സമാധാനനായ യോഗാധ്യക്ഷൻ മുസ്തഫ സാഹിബ് അവരുടെ ഈ മഹത്തായ സംരംഭത്തിന്റെ ഔപചാരികമായി നിർവഹിച്ച ഉസ്താദ് ബദറുദ്ദീൻ ബാഖവി, പ്രിയങ്കരനായ ഉസ്താദ് താഹിർ റഹ്മാനി, സദർ ഉസ്താദ് സയ്യിദ് അലിയാർ തങ്ങൾ, മഹലിന്റെ മുഖ്യ കാര്യദർശി ടി.സി. കുഞ്ഞബ്ദുൽ ഹാജി, മഹൽ ട്രഷറർ MC, ഇതിൽ ഉപവിഷ്ടരായ ഒമ്മനായ മുസ്താദ് ഉൾപ്പെടെയുള്ള പണ്ഡിത മഹത്തുക്കളെ, മഹലിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, മുതഅല്ലിമീങ്ങളെ, വലിയൊരു പ്രഭാഷണത്തിന്റെ അവസരത്തിലല്ല നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തയുമൊക്കെ വേദനിച്ചിരിക്കുന്ന ഒരു ദുഃഖത്തിന്റെ, ഒരു നഷ്ടത്തിന്റെ കഥകൾ പറയുന്ന ഒരു സദസ്സിലാണ് നാം ഒത്തുകൂടിയിരിക്കുന്നത്. നേരത്തെ MC ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളീയ സമൂഹത്തിന് ചെറുശ്ശേരി ഉസ്താദ് നഷ്ടപ്പെടുമ്പോൾ ഒരു ദുഃഖമാണെങ്കിൽ നമ്മൾ രണ്ട് ദുഃഖമായിട്ടാണ് ചെറുശ്ശേരി ഉസ്താദിന്റെ ആ നഷ്ടത്തെ കാണുന്നത്. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അനുസ്മരിച്ചതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബർക്കത്തിന് വേണ്ടി അല്പം ഈത്തപ്പഴങ്ങൾ കൊടുത്തിരുന്നു. ആ ഈത്തപ്പഴങ്ങൾ എപ്പോഴും ഒരു കൊട്ടയിലാക്കി, ഒരു കവറിലാക്കി കൊണ്ട് നടക്കുമായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വഫാത്തിന്റെ അന്ന് ജനങ്ങളെ ഓടിയപ്പോൾ അബൂ ഹുറൈറ ഓടുന്ന കൂട്ടത്തിൽ തന്റെ കവർ നഷ്ടപ്പെട്ടു. അന്ന് ജനങ്ങളെ ഉസ്മാൻ റളിയല്ലാഹു നഷ്ടത്തിൽ പൊട്ടിക്കരയുമ്പോൾ അബൂ ഹുറൈറ പറഞ്ഞു, ലിന്നാസി ഹംബുല്ലി ഫിൽ യൗമി ഹമ്മാനി. ജനങ്ങൾക്ക് ഇന്ന് ഒരു ദുഃഖമാണെങ്കിൽ എനിക്ക് രണ്ട് ദുഃഖമാണ്. ഹമ്മുൽ ജറാദി വഹമ്മുശ് ശൈഖ് ഉസ്മാൻ. ഒന്ന്, എന്റെ കയ്യിൽ അല്ലാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ചു പോയ ആ ബർക്കത്തിന്റെ ഈത്തപ്പഴങ്ങൾ നഷ്ടപ്പെട്ടു പോയ ദുഃഖം. മറ്റൊന്ന് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ദുഃഖം. ഇതുപോലെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രണ്ട് ദുഃഖം. ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദിന്റെ വിയോഗം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കരുത്തനായ ഒരു സാരഥിയെ നഷ്ടപ്പെട്ടതോടൊപ്പം ഈ മഹലിന്റെ ഖാളിയും നമുക്ക് നഷ്ടപ്പെട്ടു. അല്ലാഹു മഹാനവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നോക്കൂ, നിങ്ങൾ ഇത്തരം സ്ഥലങ്ങളിലാണെന്ന് ചെറുശ്ശേരി ഉസ്താദിന്റെ പേരിൽ അനുസ്മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നാളെ കൈതക്കാട് വെച്ച് നടക്കുന്നു. നിങ്ങളെല്ലാവരും ക്ഷണിക്കാൻ വേണ്ടി അവിടുത്തെ മഹൽ ഭാരവാഹികളോട് പറഞ്ഞു. അവിടെ വരുന്നവർക്കെല്ലാം ഭക്ഷണവും തയ്യാറാക്കി. മറ്റന്നാ സുന്നി മഹൽ ഫെഡറേഷൻ ആഭിമുഖ്യത്തിൽ ചന്തേരി വെച്ചുകൊണ്ട് മനസ്സുകൊണ്ട് നടന്നു. ഇന്ന് നിങ്ങൾ പത്രം എടുത്തപ്പോൾ കണ്ടു, പത്രത്തിന്റെ ഒരു ഭാഗം മുഴുവൻ ചെറുശ്ശേരി ഉസ്താദിന്റെ അനുസ്മരണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളെ കുറിച്ചായി. ഇങ്ങനെയാണ് ഒരു മഹാൻ ഇത്രത്തോളം ജനങ്ങൾക്കിടയിൽ കബൂലിയത്ത്, സ്വീകാര്യത ലഭിക്കുന്നത്. ചെറുശ്ശേരി ഉസ്താദിന്റെ ജനാസയിൽ പങ്കെടുത്തവർക്കറിയാം, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വഫാത്തിന്റെ ശേഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുമിച്ച് കൂടി ജനാസ നമസ്കാരം ഇത് ചെറുശ്ശേരി ഉസ്താദിന്റെ. ചെറുശ്ശേരി ഉസ്താദ് വഫാത്തായെന്ന് കേട്ടപ്പോൾ തന്നെ ഇവിടുന്ന് ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറിയും
ഇവിടുത്തെ ഉസ്താദുമാരും മുതഅല്ലിമീങ്ങളും ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും അപ്പോൾ തന്നെ പോയി ഉസ്താദിന്റെ ജനാസ ദർശിച്ചു, നിസ്കാരത്തിൽ പങ്കെടുത്തു. ഉസ്താദുമാരുടെ നിർദ്ദേശപ്രകാരം ജനാസിന്റെ സമീപത്ത് തന്നെ നിൽക്കാൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നപ്പോൾ ഓരോ ജനാസ നടക്കുമ്പോഴും പതിനായിരങ്ങളാണ് ഒരു ജനാസ നിസ്കാരത്തിൽ പങ്കെടുക്കുന്നത്. ഓരോ മുഷാവറ മെമ്പർമാർ വരുമ്പോൾ ആ മെമ്പർമാരുടെ നേതൃത്വത്തിൽ ജനാസ നിസ്കാരം നടക്കുമ്പോൾ പതിനായിരങ്ങളാണ് ഒരു നിസ്കാരത്തിൽ പങ്കെടുക്കുന്നത്. ഒരു പണ്ഡിതനിക്ക് അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സ്ഥാനമാണ്, ഏറ്റവും വലിയ മഹത്വമാണ്, ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത. എന്നിട്ട് 4:15 വേദന പറയാം, 4:15 10,000-കണക്കിന് ആളുകളാണ് ദാറുൽ ഹുദയിൽ തടിച്ചുകൂട്ടിയിരിക്കുന്നത്. അവരിൽ പലരും ഒരു നോക്ക് കാണാൻ പോലും കഴിയാത്ത. പലപ്പോഴും ഞാൻ കണ്ടു, ഉസ്താദിന്റെ അടുത്ത് നിൽക്കുമ്പോൾ കുറെ ആളുകൾ വരുന്നു, പൊട്ടിക്കരഞ്ഞു പോകും. പക്ഷേ ഉസ്താദിനെ ഒരുപക്ഷെ അറിഞ്ഞോളണമെന്നില്ല. പക്ഷേ ആ ഉസ്താദിനോടുള്ള സ്നേഹം കൊണ്ട് അവിടെ വരുന്നു, പൊട്ടിക്കരയുന്നു, കണ്ണിലൂടെ വെള്ളം ചാലിട്ടൊഴുകുന്നു. പലരെയും സമാധാനിപ്പിക്കാൻ കഴിയാതെ വന്നു. 10,000 അപ്പോഴും കാണാതെ ക്യൂ നിൽക്കുന്ന ഒരു അവസ്ഥയായി. അവസാന നിസ്കാരം ഇനി നിർത്തിവെക്കുകയാണ്, ഒരൊറ്റ നിസ്കാരം മാത്രമേ ഉള്ളൂ, ഇനി ഒരാൾക്ക് കാണാൻ അവസരമില്ലെന്ന് പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്, നേതാക്കളെല്ലാം മൈക്കെടുത്ത് പലവട്ടം പറഞ്ഞു നോക്കി. ആ തടിച്ചുകൂടിയ 10,000 എന്റെ പ്രിയപ്പെട്ടവരെ, അവരൊന്നും തടഞ്ഞു നിർത്താൻ കഴിയാതെ, അവരുടെ മഹാനായ ഉസ്താദിനോടുള്ള സ്നേഹം കാരണം അവർ കാണിക്കുന്ന സ്നേഹമൊന്ന് തടഞ്ഞു നിർത്താൻ കഴിയാതെ നേതാക്കന്മാർ കഷ്ടപ്പെട്ടു പോയ സമയം ഓർത്തുപോവുകയാണ്. എങ്ങനെ സംഭവിച്ചു? മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇദാ അഹബ്ബല്ലാഹു തആല അൽ അബ്ദ്, അല്ലാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, നാദാ ജിബ്രീൽ, അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാന, അല്ലാഹു തആല ഇന്നയാളെ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലാഹു ഇന്നയാളെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ജിബ്രീലേ അങ്ങും അദ്ദേഹത്തെ ഇഷ്ടപ്പെടണം. ഫയുഹിബ്ബുഹു ജിബ്രീൽ, അപ്പോൾ ജിബ്രീൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ജിബ്രീൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലോ ഫയുനാദി ഫി അഹ്ലിസ് സമാ, അപ്പോൾ ജിബ്രീൽ ആകാശത്ത് വെച്ചുകൊണ്ട് വിളിച്ചു പറയുമത്രേ, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാന, അല്ലാഹു ഇന്നയാളെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ഫഹിബ്ബൂ, നിങ്ങളും അല്ലാഹുവിനെ ഇഷ്ടപ്പെടണം, നിങ്ങളും ആ വ്യക്തിയെ ഇഷ്ടപ്പെടണം. അല്ലാഹു തആല ഇന്നയാളെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെ നിങ്ങളും ഇഷ്ടപ്പെടണം. ഫഹിബ്ബുഹു അഹ്ലുസ് സമാ, അപ്പോൾ ആകാശത്തുള്ള എല്ലാവരും കോടാനക്കോടി മലായികത്തുകൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ മലായികത്തുകൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലോ സുമ്മയൂലഹുൽ ഖബൂൽ ഫിൽ അർദ്, സുമ്മയൂലഹു ഫിൽ ഖബൂൽ ഫിൽ അർദ്, പിന്നെ അദ്ദേഹത്തിന്റെ ഭൂമിയിൽ വല്ലാത്തൊരു സ്വീകാര്യത ലഭിക്കുകയാണ്. അതാണ് ചെർശീൽ ഉസ്താദിൽ നമ്മൾ കണ്ടത്. 10,000-കണക്കിന് ആളുകൾ ആ ഉസ്താദിനെ കാണാൻ വേണ്ടി, ഒരു നോക്ക് കാണാൻ വേണ്ടി അവർ കാണിച്ച ത്യാഗങ്ങൾ, മതിലുകൾ എടുത്ത് ചാടി വന്നവരുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ കണ്ടത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വഫാത്തായ അന്നും ഇതുപോലെയായി. പാണക്കാട്ടെ തങ്ങളെ വീട്ടിലേക്ക് എത്തിയപ്പോ സുബ്ഹാനല്ലാഹ്, മതിലിന്റെ ഒരു ഭാഗം പോലും പൊളിഞ്ഞു. ആളുകൾ തിരക്ക് കൂടിയിട്ട് ആ തങ്ങളെ ഒന്ന് കാണാൻ, ജനങ്ങളുടെ മനസ്സിൽ അല്ലാഹു ഇട്ടുകൊടുക്കുന്ന ഒരു കബൂലിയത്താണ്, ഒരു സ്വീകാര്യതയാണ്. നേരത്തെ ഇവിടെ സദർസാദ് സൂചിപ്പിച്ചതുപോലെ ആ ഒരൊറ്റ ദിവസം കൊണ്ട് നോക്കൂ നിങ്ങൾ, ലക്ഷക്കണക്കിന് ഫാത്തിഹയാണ്, ലക്ഷക്കണക്കിന് യാസീനാണ് ബഹുമാനനായ ചെർശീൽ ഉസ്താദിന്റെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 10,000-ഓളം വരുന്ന മദ്രസകളിൽ നിന്ന് 10 ലക്ഷത്തിലേറെ 12 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ അന്ന് ശൈഖുനാ ചെർശീൽ ഉസ്താദിന് വേണ്ടി ഫാത്തിഹ ഓതുന്നു, യാസീൻ ഓതുന്നു, സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നു, മുഅവ്വിദത്തൈൻ ഓതുന്നു. അവരെല്ലാം ആമീൻ പറയും. അല്ലാഹു ഒരു മനുഷ്യന് ദുനിയാവിൽ നൽകുന്ന ഇതിലും വലിയ സ്ഥാനം ഇനി വേറെ. അല്ലാഹു ആ മഹാനോടുകൂടെ സ്വർഗ്ഗത്തിൽ കടക്കാൻ നമുക്ക് ഭാഗ്യം നൽകിയിരിക്കുമാറാവട്ടെ. അല്ലാഹു പണ്ഡിതന്മാർക്ക് നൽകുന്ന വലിയൊരു മഹത്വമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു പണ്ഡിതന്റെ മരണം എന്നുള്ളത് മൗത്തുൽ ആലിം, ഒരു പണ്ഡിതന്റെ മരണം എന്നുള്ളത് മുസീബത്തുൽ ലാ തുജ്ബർ, പരിഹരിക്കപ്പെടാൻ കഴിയാത്ത ദുരന്തമാണ്. ഒരു പണ്ഡിതന്റെ മരണം
പരിഹരിക്കാൻ കഴിയാത്ത, നികത്താൻ കഴിയാത്ത, ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത വലിയൊരു ദുരന്തമാണ് ഒരു പണ്ഡിതന്റെ മരണം. ചെറുശ്ശേരി ഉസ്താദ് ശംസുൽ ഉലമക്ക് പകരമായിട്ട് കടന്നു വരുമ്പോ ഒരിക്കലും ശംസുൽ ഉലമക്ക് പകരം വെക്കാൻ ലോകത്ത് ഒരാളെ കണ്ടിട്ടില്ല. പകരക്കാരാകാൻ കഴിയില്ല, സംശയമില്ല. ഇനി ചെറുശ്ശേരി ഉസ്താദ് പോയി, ഇനി പകരം വരുമ്പോൾ ഒരിക്കലും തന്നെ ആ സ്ഥാനത്തേക്ക് വെക്കുന്ന ഒരാളെ കിട്ടാൻ പ്രയാസമാണ്. അല്ലാഹു റസൂൽ പറയാണ്, ഒരു ആലിമിന്റെ മരണം അത് പരിഹരിക്കപ്പെടാൻ കഴിയാത്ത ദുരന്തമാണ്, അടക്കാൻ കഴിയാത്ത വലിയൊരു വിടവാണ്, അടക്കാൻ കഴിയാത്ത വിടവാണ്, അടക്കാൻ കഴിയില്ല. അതൊരു വിടവായോടെ നിൽക്കുമെന്ന് പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂൽ പറയുന്നു, നിങ്ങൾ മൗതു കബീലത്തിൻ ഐസറു മിൻ മൗതി ആലിം. ഒരു ഗോത്രം മുഴുവൻ, ഒരു തറവാട് മുഴുവന് മരണപ്പെടലാണ് ഒരു പണ്ഡിതൻ മരണപ്പെടുന്നതിനേക്കാൾ എളുപ്പം. കാരണം ഒരു തറവാട് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച്, ഒരു ഗോത്രം നഷ്ടപ്പെട്ടു എന്ന് കരുതി സമുദായത്തിന് ക്ഷീണമൊന്നും വരാനില്ല. ഒരു ആലിമിന്റെ മരണം നാടിന്റെ മരണമാണ്, ലോകത്തിന്റെ മരണമാണെന്ന് പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു സ്വഹാബി വന്നിട്ട് ചോദിച്ചു, അല്ല സഈദ് തങ്ങളെ, മാ അലാമത്തു ഹലാക്കിന്നാസ്, ജനങ്ങളുടെ നാശത്തിന്റെ അടയാളം എന്താണ്, ജനങ്ങളൊക്കെ നശിച്ചു പോകുന്നതിന്റെ അടയാളം എന്താണെന്ന് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ മഹാനുള്ള മറുപടി എന്താ? ഒരു ജനം നശിക്കുക എന്നതിന്റെ അടയാളം ഹലാഖു ഉലമാഇഹിം, പണ്ഡിതന്മാരുടെ മരണമാണ്. പണ്ഡിതന്മാർ മരണപ്പെട്ടാൽ ജനങ്ങളാണ് മരണപ്പെടുന്നത്. പണ്ഡിതന്മാരുടെ മരണത്തോടുകൂടെ അവർ മരണപ്പെടുകയല്ല, മറിച്ച് ഒരു ജനവിഭാഗം ഒന്നടങ്കം മരണപ്പെടുകയാണ്. അതല്ല, നിങ്ങൾ ചെറുശ്ശേരി ഉസ്താദിന്റെ വഫാത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നികത്താൻ കഴിയാത്ത വലിയൊരു വിടവാണ്. നേരത്തെ ഇവിടെ ജനറൽ സെക്രട്ടറി സൂചിപ്പിക്കേണ്ടായി, MC ഇവിടെ സൂചിപ്പിക്കേണ്ടായി, ഈ നാടിന്റെ കാര്യം എന്ത് പറയുമ്പോഴും എത്ര താല്പര്യത്തോടെയാണ് ഏറ്റെടുത്തിരുന്നത്. എനിക്കറിയാം, ഞാൻ ഈ മഹല്ല് മദ്രസായി ഖതീബായി ജോലിയെടുക്കാൻ തീരുമാനിച്ചപ്പോൾ ആദ്യമായി കൊണ്ട് ചെന്ന് സമ്മതം ചോദിക്കുന്നത് ചെറുശ്ശേരി ഉസ്താദിനോടാണ്. ഉസ്താദ് ഇവിടുത്തെ കാളിയാണ് നിലക്കും ഞങ്ങളൊക്കെ ഏറെ ബഹുമാനിക്കുന്ന വലിയ നേതാവാണ്. ചെറുശ്ശേരി ഉസ്താദിന്റെ അടുക്കൽ പോയ ഉസ്താദിന്റെ വിനയമൊക്കെ എത്രയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഉസ്താദിനെ കുറിച്ച് പറയാൻ കഴിയുന്ന ഏറ്റവും വലിയ വിശേഷണം എന്നുള്ളത് അവിടുത്തെ തവാളുആണ്. ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് പറയാം. അവിടെ ചെന്നപ്പോൾ ഈ മഹലിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞു. ഈ മഹലിനെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, ധൈര്യത്തോടെ ജോലി ഏറ്റെടുത്തു, ഒരു കുഴപ്പമില്ല, ദർസിന് പറ്റിയ സ്ഥലമാണ്. എന്നോട് ഉസ്താദ് പറഞ്ഞു, ദർസിന് പറ്റിയ സ്ഥലമാണ്. പിന്നെ എന്നോട് പറഞ്ഞു, നിങ്ങളെ സംഘടനാ പരിപാടി മറ്റൊക്കെ നാട്ടിലെ പരിപാടിക്ക് ദൂരത്ത് പോകുന്ന ബുദ്ധിമുട്ടാവൂലേ? എന്നിട്ട് പറഞ്ഞു, ബുദ്ധിമുട്ടാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ അവിടെ ഏറ്റുള്ളൂ, അത് നല്ലതാണ്. ബഹുമാനായ ചെറുശ്ശേരി ഉസ്താദ് ഈ നാടിനെ വളരെ സ്നേഹിച്ചു എന്നതിന് തെളിവ് കൂടിയാണ്. വളരെ സ്നേഹത്തോടെ എന്നോട് പറഞ്ഞത് ഏറ്റെടുത്ത ഒരു പീടിയും പൊടിക്കും. അങ്ങനെ നമ്മുടെ നാടിനെ സ്നേഹിച്ച, നാടിന് വേണ്ടി എപ്പോഴും പ്രവർത്തിച്ച, ഇവിടെ എന്തൊരു കാര്യം ഉണ്ടാകുമ്പോഴും ഓടിയെത്തിയ ഒരു മഹാനായിരുന്ന ചെറുശ്ശേരി ഉസ്താദ് അല്ലാഹു ഇവിടുത്തെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. ആമീൻ പറയണം. നമുക്ക് ഇന്നത്തെ പരിപാടി കൊണ്ട് കാര്യമായിട്ട് ഉദ്ദേശിച്ചത് ദുആയാണ്. അനുസ്മരണത്തിന്റെ ഇടയിലും ഇന്ന് പ്രസംഗമല്ല, നമ്മൾ പ്രസംഗിക്കാൻ എണീറ്റതല്ല. ഉസ്താദിനെ അനുസ്മരിക്കുക, കൂട്ടത്തിൽ അതോടുകൂടെ ഉസ്താദിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹുവേ, ഞങ്ങളെ സദസ്സ് നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട്, ഇവിടെ നിർവഹിക്കപ്പെടുന്ന നല്ല കാര്യങ്ങളെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, മഹാനവറുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ റഹ്മാനെ. എത്ര ആളുകളാ ഉസ്താദിനോട് ദിക്ർ ചൊല്ലി സ്നേഹിച്ചത്. ഞാനിപ്പോ നേരത്തെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞപ്പോ ഇവിടുന്ന് ഒരു സഹോദരൻ എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ഒരിക്കലും ഒരു സലാത്ത് ചെല്ലാൻ പറഞ്ഞിരുന്നു. ഞാൻ ആ സലാത്ത് ചൊല്ലി തുടങ്ങി. ലക്ഷക്കണക്കിന് സലാത്ത് ഉസ്താദ് പറഞ്ഞ സലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അതൊക്കെ ഉസ്താദിന്റെ പേരിൽ ഞാൻ ഹദിയ ചെയ്തിരിക്കുന്നു. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു ആ സഹോദരന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ. ഇവിടെ ഉസ്താദിന്റെ അനുസ്മരണം വെക്കണമെന്ന് കേട്ടപ്പോ നമ്മുടെ സലാമാജി അദ്ദേഹത്തിന്റെ ഭാര്യയെ അടുത്ത ദിവസം മരണപ്പെട്ടു പോയി. നമ്മൾക്ക് വേദനിപ്പിച്ചുകൊണ്ട്, ദുഃഖിപ്പിച്ചുകൊണ്ട് അല്ലാഹു ആ സഹോദരിയുടെ ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ റഹ്മാനെ, റാഹത്തിലാക്കണേ. ആ കുടുംബത്തിന്റെ വേദനയും പ്രയാസവും നിനക്കറിയാമല്ലോ റബ്ബേ. അല്ലാഹു ഇവർക്ക് ക്ഷമ നീ നൽകണേ റഹ്മാനെ. ആ വീട്ടിൽ സംതൃപ്തിയും സമാധാനവും ഐശ്വര്യം പ്രദാനം ചെയ്യണേ റഹ്മാനെ. ബഹുമാനെ സലാമാജിനെ വിളിച്ചിട്ട് രാവിലെ സുബീഖിനെ വിളിച്ചിട്ട് പറഞ്ഞു, അന്നത്തെ ഭക്ഷണം എന്റെ വകയായി, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ദ്വാരക്കാലോ, ഉസ്താദിന്റെ പേരിലെ സദസ്സല്ലേ, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. അങ്ങനെ ഓരോരുത്തർ
ഉസ്താദിന് വേണ്ടി എന്തും ചെയ്യാൻ ഇന്നിവിടെ ഓട്സ് കൊടുത്ത ആളുകൾ, അതുപോലെ തന്നെ കേക്ക് മിഠായി പലതും വിതരണം ചെയ്തവർ, അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. അതാണ് ഒരു ആലിമിന്റെ പ്രത്യേകത. ഒരു ആലിം മരണപ്പെട്ടാലും ആലിം മരണപ്പെടുന്നില്ല. പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന ഒരു ആലിം മരണപ്പെട്ട് കഴിഞ്ഞാലും ആലിം മരണപ്പെടുന്നില്ല. ആലിം ജനങ്ങളുടെ മനസ്സിൽ ജീവിച്ചിരിക്കുകയാണ്. ഒരു പണ്ഡിതന്റെ സ്മരണ എന്നും നിലനിൽക്കുകയാണ്. പണ്ഡിതന്റെ മരണം എന്നുള്ളത് രണ്ടാമതൊരു ജീവിതമാണ്, മറ്റൊരു ജീവിതമാണ്. ഒരു പണ്ഡിതന്റെ മരണം അത് മറ്റൊരു ജീവിതമാണ്. കാരണം പണ്ഡിതന്മാർ കൊണ്ടുവന്ന കാര്യങ്ങൾ അതിവിടെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ഡിതൻ മരണപ്പെട്ടു കഴിഞ്ഞാലും ആ പണ്ഡിതന്റെ സ്മരണകൾ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കും. ജനങ്ങളുടെ ഇടയിൽ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആ പണ്ഡിതനെ വീണ്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പണ്ഡിതൻ ജനങ്ങൾക്കിടയിൽ എന്നും ജീവിച്ചിരിക്കുകയാണ്. ശംസുൽ വഫാത്തായിട്ട് എത്ര വർഷമായി? പക്ഷെ ഇപ്പോഴും ശംസുൽ ഉലമ നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നു. പണ്ഡിതന്മാർ പറയുന്ന ഒരു പണ്ഡിതൻ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ജസദ് മാത്രമേ, ശരീരം മാത്രമേ ഖബറിലേക്ക് പോകുന്നുള്ളൂ, ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ടാകുന്നു. അദ്ദേഹം ഇവിടെ സമുദായത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ച സേവനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ അദ്ദേഹം ഹയ്യും ബൈനന്നാ, ജനങ്ങൾക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു പണ്ഡിതനാണ് മഹാനായ ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദ്. അല്ലാഹു അവിടുത്തോടുകൂടെ സ്വർഗ്ഗത്തിൽ കടക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. ചെറുശ്ശേരി ഉസ്താദിന്റെ പ്രത്യേകത, ഒരു ഉഖറവിയായ പണ്ഡിതന് എന്തൊക്കെ ഗുണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു അതൊക്കെ ചെറുശ്ശേരി ഉസ്താദ് കാണും. ഞാനേ ബഹുമാനപ്പെട്ട ഗസാലി ഇമാമിന്റെ ഇഹിയ ഈ വിഷയമായിട്ട് നോക്കിയപ്പോൾ ആ ഇഹിയയിൽ ഉഖറവിയായ പണ്ഡിതന്മാർക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ ഇങ്ങനെ വിവരിക്കുന്നു. പരലോക ചിന്തയുള്ള ഒരു പണ്ഡിതനുണ്ടാവേണ്ട ഗുണങ്ങളെ കുറിച്ചൊക്കെ അതിൽ വിവരിക്കും. അത് വായിച്ചു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദ് അതിൽ പറഞ്ഞു. ഒന്ന്, ഒരു പണ്ഡിതനുണ്ടാകേണ്ട ഒരു ഗുണം അസ്സുഹുദ് ഫി ദുനിയ, പ്രപഞ്ച ത്യാഗം. പ്രപഞ്ചത്തിൽ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് ആഡംബരത ഇല്ലാതിരിക്കുക. ആഡംബര ജീവിതം ചെറുശ്ശേരി ഉസ്താദിനില്ലല്ലോ. നിങ്ങൾ കണ്ടില്ലേ, ഉസ്താദ് വഫാത്തായപ്പോൾ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ഉസ്താദിന്റെ ഫോട്ടോ നിങ്ങൾ കണ്ടവരാണ്. എവിടെയാണ് ഉസ്താദ് ഇരിക്കുന്നത്? റെയിൽവേ സ്റ്റേഷനിൽ ഉസ്താദ് ഇരിക്കുന്ന ഫോട്ടോ. ആരാണ് ഇരിക്കുന്നത്? ലക്ഷക്കണക്കിന് അനുയായികളുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ് ട്രെയിൻ കാത്തിരിക്കുന്നു. ഒരു പട്ടാളത്തിന്റെയോ ഒരു പോലീസുകാരുടെയോ അംഗരക്ഷകരുടെയോ ഒരു സഹായവുമില്ലാതെ, സുരക്ഷിതത്വമില്ലാതെ ഏകനായി സാധാരണക്കാരായ ആളുകൾ ഇരിക്കുന്നത് പോലെ റെയിൽവേ സ്റ്റേഷനിൽ ദുനിയാവിനോട് യാതൊരു താല്പര്യമില്ല. ഉസ്താദിന് വേണമെങ്കിൽ ഏത് വണ്ടിയിലും പോകാം, ഏത് നിലക്കുള്ള വണ്ടി വേണമെങ്കിലും വാഹനം വേണമെങ്കിലും ഉസ്താദ് സംഘടിപ്പിച്ചിട്ടുണ്ട്. എനിക്കറിയാം, പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് നടന്നൊരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഉസ്താദിനെ ക്ഷണിച്ചപ്പോൾ എന്നോട് ഉസ്താദ് പറഞ്ഞ രീതിയുണ്ട്. ഉസ്താദ് പറഞ്ഞു, ഞാൻ വരാം, അവിടേക്ക് പറ്റിയ ട്രെയിൻ എപ്പോഴാണുള്ളത് ആ ട്രെയിനിൽ ഞാൻ വന്നു. ഞാൻ പറഞ്ഞു, ഉസ്താദ് ആവശ്യമില്ല, ഞാൻ നല്ല വണ്ടി കൊടുത്തുവിടാം, ഉസ്താദിന് പറ്റാവുന്ന വണ്ടി കൊടുത്തുവിടാം. ഉസ്താദ് പറഞ്ഞ വാക്കതാണ്, എന്തിനാണ് ഇതിനൊക്കെ ആവശ്യം? എന്തിനാണ് ഇതിന്റെ ആവശ്യം? ട്രെയിൻ ആ വഴിക്ക് ഓടുന്നില്ലേ? എങ്കിൽ ഞാൻ അതിൽ വന്നോളാം. ഒരു പണ്ഡിതൻ പറയുന്ന വാക്ക് നോക്കുന്നില്ല. ഒരു ആഡംബരമില്ലാത്ത ഉസ്താദിന്റെ ചെരുപ്പ് കണ്ടവർക്കറിയാം. ഉസ്താദ് ധരിക്കുന്ന ചെരുപ്പ്, ഉസ്താദ് ധരിക്കുന്ന വസ്ത്രം, ഉസ്താദ് ധരിക്കുന്ന തുണി, ഉസ്താദിന്റെ തലപ്പാവ്, ഒന്നിനും തന്നെ ആഡംബരം. ഒരു പണ്ഡിതനുണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണമാണ് ബഹുമാനപ്പെട്ട ഗസാലി ഇമാം പറയുകയാണ്, ആ പണ്ഡിതൻ യകൂന ഗൈറ മാഇൻ ഇല തർഫി ഫിൽ മത്അമി വൽ മശ്റബി വത്തനഉമി. ആ പണ്ഡിതന്റെ ജീവിതത്തിൽ ഭക്ഷണത്തിൽ ആഡംബരം ഉണ്ടാവില്ല. ചെറുശ്ശേരി ഉസ്താദ് എവിടെയെങ്കിലും പരിപാടി ഏൽക്കുമ്പോ എന്റെ ഭക്ഷണ രീതി ഇങ്ങനെയാണ്, എന്റെ മെനു ഇന്നതാണ്, എന്റെ വിഭവങ്ങൾ ഇന്നതാണ്, എനിക്ക് ഇന്ന ഭക്ഷണം ഉണ്ടാക്കി വെക്കണം, ആരോടും പറയാറില്ല, ആരോട് ഇന്നത് വേണമെന്ന് ആവശ്യപ്പെടാറില്ല. ഭക്ഷണത്തിൽ താല്പര്യം എന്ന് പറഞ്ഞ ഭക്ഷണം കഴിക്കൂലെന്നല്ല, ഭക്ഷണം കഴിക്കണം. ബഹുമാനായ ചെറുശ്ശേരി ഉസ്താദിനെ അനുസ്മരിച്ചുകൊണ്ട് ഇന്നലെ ഉസ്താദ് ദാറുൽ പ്രസംഗിച്ചപ്പോഴും മറ്റുമൊക്കെ പറഞ്ഞൊരു അനുഭവം ഞാൻ ഓർത്തു പോവുകയാണ്. ഉസ്താദ് തിങ്കളാഴ്ചയും അതുപോലെ തന്നെ വ്യാഴാഴ്ചയും ഉസ്താദിന് നോമ്പാണ്. പക്ഷേ പണ്ട് ഉസ്താദ് ദർസ് നടത്തുന്ന കാലത്ത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പാണെങ്കിൽ, ചെറുപ്രായത്തിൽ പോലും എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പാണെങ്കിൽ ഉസ്താദ് ഒരു വീട്ടുകാരോടും പറഞ്ഞറിയിക്കൂല, എനിക്ക് നോമ്പാണ്, അതുകൊണ്ട് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം എന്ന് പറഞ്ഞു. ഉച്ചക്ക് കൊടുത്ത ഭക്ഷണം കൊണ്ട് നോമ്പ് തുറക്കും. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത.
ഭക്ഷണത്തിൽ ആഡംബരമില്ല, വസ്ത്രത്തിൽ ആഡംബരമില്ല, വാഹനത്തിൽ ആഡംബരമില്ല. ഉസ്താദ് അന്ന് ഞാൻ ഓർത്തു പോകുന്നു, ഒറ്റപ്പാലത്ത് ഉസ്താദ് പ്രോഗ്രാമിന് വരുമ്പോ ഞാനന്ന് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ AC ടിക്കറ്റ് ഞാൻ എടുത്തു തരാം. വേണ്ട, എന്തിനാണ് തിരൂരങ്ങാടിയിൽ നിന്ന് അല്ല തിരൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് ഒരു AC? എന്തിനാണ് ഇതിന്റെ ആവശ്യം? ആരാണ് ഈ ചോദിക്കുന്നത്? ആരാണ് ഈ ചോദിക്കുന്നത്? ലക്ഷക്കണക്കിന് അനുയായികൾ ഒരു പ്രസ്ഥാനത്തിന്റെ മുഖ്യ പണ്ഡിതന്മാർ പറയുന്നു, ഒരു പണ്ഡിതനുണ്ടാവേണ്ട ഏറ്റവും വലിയ പരലോക ചിന്തയുള്ള ഒരു പണ്ഡിതന്റെ ഏറ്റവും വലിയ അടയാളമാണ് ദുന്യാവിനോടുള്ള ആഡംബരത ഉറക്കുക. അത് മഹാനായ തൻഷീർ ഉസ്താദിന്റെ ജീവിതത്തിൽ എപ്പോഴും കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾ എല്ലാ പണ്ഡിതന്മാരെയും പണ്ഡിതന്മാരായിട്ട് കാണാൻ കഴിയില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തജ്ലിസൂ ഇൻദ കുല്ലി ആലിം. എല്ലാ പണ്ഡിതന്റെയും അടുക്കൽ പോയിരുന്നുകൂടാ. എല്ലാവരും പണ്ഡിതന്മാരല്ലേ എന്ന് ചിന്തിക്കണ്ട. എല്ലാവരും പണ്ഡിതനാണെന്ന് അവരുടെ അടുക്കൽ പോയി ഇരിക്കുകയും വേണ്ട. ഇല്ലാ ഇലാ ആലിമിൻ യദഊകും മിൻ ഖംസിൻ ഇലാ ഖംസ്. 5 കാര്യത്തിൽ നിന്ന് 5 കാര്യത്തിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതന്മാരുണ്ടോ അവിടെയായിരിക്കണം ഇരിക്കേണ്ടത്. ഒരു പണ്ഡിതനെ കാണുമ്പോൾ ആ പണ്ഡിതനെ പണ്ഡിതനായിട്ട് മനസ്സിലാക്കാൻ റസൂൽ 5 തെളിവുകൾ പറയും. എന്തൊക്കെയാണത്? ഒന്ന് സംശയത്തിൽ നിന്ന് ഉറപ്പിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതന്മാർ. ശൈഖുനാന്റെ ഒരു പ്രസംഗം കേട്ടുകഴിഞ്ഞാൽ പട്ടിക്കാട് ജാമിയാനൂരിന്റെ സമ്മേളനം നടക്കുമ്പോ, സമസ്തയുടെ സമ്മേളനം നടക്കുമ്പോ ലക്ഷക്കണക്കിന് ആളുകൾ കാതോർത്തുള്ള പ്രസംഗം എന്താ? ശൈഖുനായുടെ അർത്ഥഗംഭീരമായ ആധികാരികമായ ആ പ്രഭാഷണം കേൾക്കാൻ കാരണം അത് കേട്ട് കഴിഞ്ഞാൽ ഇതിനോട് സംശയം ഉണ്ടാവും. പേരാമ്പ്ര സംവാദം കഴിഞ്ഞ് ആ സംവാദം കഴിഞ്ഞ ഉടനെ ഞാൻ ഉസ്താദിന്റെ അടുക്കൽ പോയി. സംവാദം കേട്ടിട്ടുണ്ടായിരുന്നു ഉസ്താദ്. അവരോടൊക്കെ പറഞ്ഞു, കുട്ടികളെ സംവാദം വളരെ ഉഷാറാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ നമുക്ക് സങ്കടമായി. ഉസ്താദ് നേരിട്ട് പോയില്ലല്ലോ. ചെന്നപ്പോ ഉസ്താദ് വളരെ സ്വീകാര്യ. ഒരു സമസ്തയിലെ ഒരു ചെറിയൊരു പ്രവർത്തകനായ എന്നോട് സമസ്തയുടെ ഏറ്റവും മുഖ്യ കാര്യദർശിയായ ശൈഖുനെ കാണിച്ച ഒരു ആദിത്യ മര്യാദയ്ക്ക് വല്ലാതെ അത്ഭുതപ്പെടുത്തി. എന്നിട്ട് അവിടെ ചെന്ന് ഇരുന്നപ്പോൾ ഉസ്താദ് ഒരുപാട് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന പല വിഷയങ്ങളിലെ സംശയങ്ങളൊക്കെ ഉസ്താദിന്റെ മുന്നിൽ അരമണിക്കൂർ ഇരുന്നപ്പോഴേക്ക് ആ സംശയങ്ങളൊക്കെ തീർന്നുപോയി. അതാണ് ഒരു പണ്ഡിതന്റെ പ്രത്യേകത. സംശയത്തിൽ നിന്ന് യഖീനിലേക്ക്, ഉറപ്പിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനായിരുന്നു. രണ്ടാമത്തെ പ്രത്യേകത എന്താ? ഒരു പണ്ഡിതന്റെ പ്രത്യേകത എന്താ? ലോകമാന്യമാവില്ല ഒരു പണ്ഡിതന്റെ പ്രത്യേകത. പത്രക്കാരും പോസ്റ്റ് ചെയ്യലല്ല ഒരു പണ്ഡിതന്റെ പ്രത്യേകത. 4 ആളുകൾ കാണാൻ വേണ്ടി എന്തും ചെയ്യലല്ല പണ്ഡിതന്റെ പ്രത്യേകത. ലോകമാന്യത്തിൽ നിന്ന് ആത്മാർത്ഥതയിലേക്ക്, ഇഖ്ലാസിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരായിരിക്കണം യഥാർത്ഥ പണ്ഡിതൻ. ആ പണ്ഡിതന്റെ അടുക്കലേ പോയി ഇരിക്കാവൂ. അടുത്തത് നോക്കൂ, നിങ്ങൾ റസൂൽ പറയുന്നു, ദുന്യവിയായ താല്പര്യങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് പ്രപഞ്ച ത്യാഗത്തിലേക്ക് ചിന്തിക്കുന്ന പണ്ഡിതന്മാരുണ്ടോ അവിടെയായിരിക്കണം പോയിരിക്കേണ്ടത്. സംസ്ഥയുടെ ആലിമീങ്ങളെ പ്രത്യേകതയാണല്ലോ. നിങ്ങൾ കോയക്കുട്ടിസ്ഥാനെ വീട്ടിലേക്ക് ചെന്ന് നോക്കുന്നു. കഴിഞ്ഞ വർഷം കോയക്കുട്ടിസ്ഥാന്റെ വീട്ടിൽ ചെന്നപ്പോ ഉസ്താദിന്റെ വീട് കോയക്കുട്ടിസ്ഥാൻ നിങ്ങൾ മനസ്സിലാക്കണം. അതൊക്കെ ആരാണ്? കോയക്കുട്ടിസ്ഥാദിന്റെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കേറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ ഒരു വലിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. കേറി ചെല്ലുന്ന കോലായിൽ ഒരു വലിയൊരു പാത്രം ഓട് വരെയാണ്. സമസ്തന്റെ പ്രസിഡന്റ് വീട്. അപ്പൊ ഞാൻ ഉസ്താദിന്റെ മോൻ സമദന്റെ അവിടെ സമദനോട് ചൊല്ല, സമദ എന്തിനാണ് ഇവിടെ ഒരു പാത്രം വെച്ചത്? മോന്റെ മറുപടി, മഴ പെയ്യുമ്പോ ചോർന്നൊലിക്കുന്നുണ്ട്. അപ്പൊ വെള്ളം വല്ലാടത്ത് ആയി കഴിഞ്ഞാൽ ആളുകൾ വരുമ്പോ അല്ലെങ്കിൽ വാപ്പ പുറത്തേക്ക് ഇറങ്ങുമ്പോ വഴുതി വീണ്ട വെച്ചിട്ട് പാത്രം വെച്ചു കൊടുത്തതാണ്. സമസ്തയുടെ പ്രസിഡന്റ് വീട്ടിൽ വെള്ളം ചോർന്നൊലിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 12 ലക്ഷം കുട്ടികൾ സമസ്തന്റെ മറന്നു പഠിക്കുന്നുണ്ട്. ഒരു കുട്ടി 1 രൂപ കൊടുത്താൽ, ഒരു കുട്ടി 2 രൂപ കൊടുത്താൽ 24 ലക്ഷം രൂപ കിട്ടും. സുന്ദരമായ വീടുണ്ടാക്കിക്കൂടെ? സുന്ദരമായ വീടുണ്ടാക്കിക്കൂടെ? പക്ഷേ കോയക്കുട്ടി ഉസ്താദ് ആഗ്രഹിച്ചില്ല.
പ്രപഞ്ച ത്യാഗികളായിരുന്നവരൊക്കെ ഇനി കഴിഞ്ഞോ കഴിഞ്ഞില്ല. വമിനൽ കിബിരി ഇല തവാദുഇ. ഒരു പണ്ഡിതനുണ്ടാകേണ്ട മറ്റൊരു ഗുണം പറയുന്നു, കിബർ ഉണ്ടാവാൻ പാടില്ല. കിബറിൽ നിന്ന് തവാദുഇലേക്ക് ക്ഷണിക്കുന്നവരായിരിക്കണം യഥാർത്ഥ പണ്ഡിതന്മാർ. അഹംഭാവം തൊട്ട് തൂണ്ടിയിട്ടുണ്ടാവില്ല. വിനയമായിരിക്കും ഒരു പണ്ഡിതന്റെ പ്രത്യേകത. വമിനൽ അദാബത്തി ഇലൽ നസീഹ. വമിനൽ അദാബത്തി ഇലൽ നസീഹ. ശത്രുതയിൽ നിന്ന് നസീഹത്തിലേക്ക്, ഗുണകാംക്ഷയിലേക്ക് ക്ഷണിക്കുന്നവനാണ് യഥാർത്ഥ പണ്ഡിതനെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ. ഈ പറയുന്ന ഗുണങ്ങളൊക്കെ ഒത്തിണങ്ങിയ മഹാനായിരുന്നു ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദ്. തവാദു ഞാൻ പറഞ്ഞില്ലേ, ഉസ്താദിന്റെ താഴ്മ. നിങ്ങൾ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഉസ്താദിന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടാകും. സമസ്തയുടെ ജനറൽ സെക്രട്ടറി മീൻ വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുന്നു. സംസ്ഥാന സെക്രട്ടറിക്ക് മീൻ വേണമെങ്കിൽ ആരും കൊണ്ടുപോയില്ലേ? വീട്ടിലേക്ക് അരക്കിലോ മത്തി വേണമെങ്കിൽ കൊണ്ടോട്ടി അങ്ങാടിയിൽ പോയിട്ട് ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദ് മറ്റുള്ളവർ സാധാരണക്കാരായ ആളുകൾ പോലെ കടയുടെ മുന്നിൽ പോയി നിൽക്കുകയാണ്. ഉസ്താദിനോട് പറഞ്ഞിട്ട് കയറുന്ന വാങ്ങിക്കൊള്ളാൻ പറയുമ്പോൾ പോലും വാങ്ങുന്നില്ല. നമ്മളൊക്കെ കടയിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങുമ്പോൾ കടയിൽ പോയിട്ട് സാധനം വാങ്ങി എന്ന് ചോദിക്കണ കാരണം ഞാൻ നബീന റാലി നടന്നപ്പോ പലരും പറഞ്ഞു, ഇങ്ങനെ മുദ്രിസ് ഉസ്താദ് ഇവിടെ നടക്കാറില്ല, നിങ്ങൾ എന്തിനാ നടന്നിട്ടുണ്ട്? നമ്മൾ ചെറുശ്ശേരി കണ്ടുപിടിച്ചു. ചെറുശ്ശേരി ഉസ്താദ് വീട്ടിലേക്കുള്ള മത്തി, വീട്ടിലേക്കുള്ള മീന്, വീട്ടിലേക്കുള്ള ബീഫ് ഉസ്താദിന്റെ കൈ കൊണ്ട് വാങ്ങും. കൊണ്ടോട്ടിയിൽ ഉസ്താദിന് അനുസ്മരണമായപ്പോ ഉസ്താദിനെ അനുസരിച്ചപ്പോൾ മകൻ പറഞ്ഞ എന്താ, വീട്ടിലേക്കുള്ള എല്ലാ സാധനവും വാപ്പ തന്നെ നേരിട്ട് വാങ്ങിക്കൊണ്ടിരലാണ്. വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാപ്പ തന്നെ നേരിട്ട് വാങ്ങിക്കൊണ്ടിരലാണ്. ആര്? അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് സമസ്തയുടെ ജനറൽ സെക്രട്ടറി, ലക്ഷക്കണക്കിന് പണ്ഡിതന്മാരുടെ ഗുരുവര്യ തന്റെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ സ്വന്തം കൈ കൊണ്ടുപോയി വാങ്ങി. ഞാൻ പറഞ്ഞല്ലോ, ഉസ്താദിന്റെ വീട്ടിലേക്ക് ഞാൻ ചെന്ന സമയം എന്റെ അനുഭവം പറഞ്ഞു. സമസ്തയുടെ ചെറിയൊരു ഹാദ്യമായ ഒരു പ്രവർത്തകനായി ഞാൻ കയറി ചെല്ലുമ്പോ ഉസ്താദ് വീട്ടിന്റെ ഉള്ളിൽ പോകുന്നു, ചായ കൊണ്ടുവരുന്നു, ഈത്തപ്പഴം കൊണ്ടുവരുന്നു. എന്നിട്ട് ഞാൻ ഉസ്താദിനുള്ള ബഹുമാനം കൊണ്ട് ഉസ്താദ് കൊണ്ടുവരുമ്പോ എണീറ്റ് പോയി വാങ്ങാൻ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, നിങ്ങൾ അതിഥിയാണ്, നിങ്ങൾ അവിടെ ഇരിക്കണം, ഞാൻ അവിടെ കൊണ്ടുവരുന്നു. ഉസ്താദ് ഇങ്ങോട്ട് കൊണ്ടുവരണം, നമ്മളെ മുന്നിൽ ഉസ്താദ് വെച്ചു കൊടുക്കും. ആർക്കാണ് വെച്ചിരുന്നത്? ചെറിയൊരു ഹാദ്യമായ പ്രവർത്തകനിക്ക് സമസ്തയുടെ ഏറ്റവും ഉന്നത പദവിയിലിരിക്കുന്നു. ഉസ്താദിനെ കാണാൻ ഒരാൾക്കും ഇടയിൽ ആളെ നിൽക്കേണ്ട ആവശ്യമില്ല. ഇവിടെ സെക്രട്ടറി പറഞ്ഞല്ലോ, ആർക്കും ചെല്ലാം, എപ്പോഴും ചെല്ലാം, എങ്ങനെയും ചെല്ലാം. ആദ്യം ഒരാളെ കാണണം, പിന്നെ അയാളെ സമ്മതം കിട്ടണം, പിന്നെ അപ്പോയിന്റ്മെന്റ് വേറെ ആളെ മേടിക്കണം. അതൊന്നും ചെറുശ്ശേരി ഉസ്താദിനില്ല. ആർക്കും എപ്പോഴും ചെല്ലാം. ആര് ചെന്നാലും ബഹുമാനത്തോടെ, ഒരു കിബർ ഉസ്താദിന് ജീവിതത്തിലില്ല. അല്ലാഹു പണ്ഡിതന്മാർക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രത്യേകതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മാ നഖസ സദഖത്തു മിൻ മാൽ മാ സാദല്ലാഹു ബിഅഫ്വിൻ ഇല്ലാ ഗിസാ വമാ തവാള അഹദുൻ ഇല്ലാ റഫഅഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾ താഴ്മ കാണിക്കുന്നതനുസരിച്ച് കൊണ്ട് അല്ലാഹു അവനെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ആരെയും അല്ലാഹു താഴ്ത്തിയില്ല. എത്ര കണ്ട് താഴ്മ കാണിക്കുന്നുവോ അത്ര കണ്ട് ഉയർച്ച ലഭിച്ചിട്ടുണ്ട്. അതൊരു പണ്ഡിതനിക്ക് അല്ലാഹു നൽകുന്ന പ്രത്യേകതയാണ്. പണ്ഡിതന്മാരെ ശ്രദ്ധിക്കേണ്ടതാണ് താഴ്മ ഉണ്ടായിരിക്കണം. മഹത്തുക്കൾ എഴുതിയൊക്കെയാണ്. ചെറുശ്ശേരി ഉസ്താദ് മത്തി വാങ്ങിയതൊക്കെ പറഞ്ഞപ്പോ ചില ആളുകൾ കളിയാക്കി. അതൊന്നും പണ്ഡിതന്മാർക്ക് യോജിച്ചതല്ല. മഹത്തുക്കൾ പറയുന്നു പണ്ഡിതന്മാർക്ക് യോജിച്ചതാണ്. പണ്ഡിതന്മാർ മത്തി മാത്രമല്ല, തലയിൽ മണ്ണ് വരെ താഴ്മയ്ക്ക് വേണ്ടി, തവാളുവിന് വേണ്ടി തലയിൽ മണ്ണ് വരെ ഏറ്റവരാണ്. മത്തി വാങ്ങലോ, മീൻ വാങ്ങലോ, ബീഫ് വാങ്ങലോ അതൊന്നും ന്യൂനതയല്ല, അതൊക്കെ സമ്പൂർണ്ണതയാണ്. ചെറുശ്ശേരി ഉസ്താദ് ഓട്ടോറിക്ഷയിൽ പോയി എന്ന് പറഞ്ഞപ്പോൾ പലരും കളിയാക്കി, എന്താണ് ഇതൊക്കെ പണ്ഡിതൻ ചോദിച്ചതാണ്. അതേ യോജിച്ചതാണ്. ചെറുശ്ശേരി ഉസ്താദിന് അല്ലാഹു കൊടുത്ത വലിയ കഴിവാണ് താഴ്മ എന്ന് പറയുന്നത്. തവാളു എന്ന് പറയുന്നത് എത്ര കണ്ട് താഴ്മ കൂടുന്നുവോ അത്ര കണ്ട് വിജയം കൂടും. കാരണം പണ്ഡിതന്മാരെ ലക്ഷണം പറഞ്ഞപ്പോ, വിജയത്തിന്റെ ലക്ഷണം പറഞ്ഞപ്പോ മഹത്തുക്കൾ രേഖപ്പെടുത്തുവാൻ ഒരാൾക്ക് ഇൽമു വർദ്ധിക്കും തോറും അവന്റെ തവാളു വിനയം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഖസാനത്തുൽ ഇൽമി മൻ കാനത് തുസഖിലുഹു യംശി ബിഹാ മിഖ്ദാർ അസ്ലി.
എത്ര കണ്ട് ഇൽമ കൂടുന്നുവോ അത്ര കണ്ട് ഇൽമാകുന്ന ഭാരം വർദ്ധിക്കും തോറും, ഏതുപോലെ ഒരു മാവിൽ ഒരു മൂച്ചിയിൽ മാങ്ങുണ്ടാകുന്തോറും കൊമ്പിങ്ങനെ താന്നുകൊണ്ടിരിക്കുന്നത് പോലെ ഇൽമ കൂടുന്തോറും പണ്ഡിതന്മാർ താഴ്മ കൂടും. ഇൽമ കൂടുമ്പോൾ അതാ ഏത് പണ്ഡിതന്റെ പ്രത്യേകതയാണ്? പണ്ഡിതന്മാർ പറയുന്നു വിജയിക്കുന്ന പണ്ഡിതന്മാർ. അടുത്തതോ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു ഒരു ആബിദായ മനുഷ്യൻ, ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യൻ, അയാൾ വിജയിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ 5 വക്തിന് പള്ളിയിലേക്ക് വരുന്നുണ്ട്. ആ വരുന്ന ആള് അവന്റെ ഇബാദത്തിൽ വിജയിക്കുന്നുണ്ടോ ഇല്ലേ എങ്ങനെ മനസ്സിലാക്കുക? വിജയത്തിന്റെ ലക്ഷണം എന്താ? അവന്റെ ഇബാദത്ത് വർദ്ധിക്കും തോറും പടച്ചവനെ കുറിച്ചുള്ള പേടി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. പടച്ചവനെ കുറിച്ചുള്ള പേടി വർദ്ധിച്ചുകൊണ്ടിരിക്കും. ജനങ്ങളിൽ അവൻ അകന്നുകൊണ്ടിരിക്കും. ജനങ്ങൾക്ക് ഫിത്നക്ക് അവൻ പോവുകയില്ല. ഒരാൾക്ക് അല്ലാഹു തആല ആയുസ് വർദ്ധിപ്പിക്കുമ്പോൾ ആ ആയുസ് വർദ്ധിക്കുന്ന വിജയമാണോ അല്ലേ എങ്ങനെ മനസ്സിലാക്കുക? വിജയമാണെങ്കിൽ അവന്റെ അത്യാഗ്രഹങ്ങൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ആയുസ് വർദ്ധിക്കുന്തോറും, ചിലക്ക് ആയുസ് ഇങ്ങനെ കൂടുന്തോറും ഒരു വരണ്ടത് പോരാ, ഇനി അപ്പുറത്തൊരു വര കൂടി വേണം. ആയുസ് ഇങ്ങനെ കൂടുന്തോറും ഇതൊന്നും പോരാ, ഈ വണ്ടി പോരാ, ഇനി വേറെ വണ്ടി കൂടി വേണം. ആയുസ് വർദ്ധിക്കും തോറും അത്യാഗ്രഹം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് വിജയ ലക്ഷണമല്ല, പരാജയ ലക്ഷണമാണ്. ഇനി ഇയാൾക്ക് സമ്പത്ത് വർദ്ധിക്കുമ്പോൾ ആ വർദ്ധിക്കുന്നത് അവന്റെ വിജയമാണോ പരാജയമാണോ എന്ന് മനസ്സിലാക്കുക. പണ്ഡിതന്മാർ പറയുന്നു സമ്പത്ത് ഒരാൾക്ക് വർദ്ധിക്കുമ്പോൾ ആ വർദ്ധിക്കുന്ന സമ്പത്തിന് സദഖ കൊടുക്കാൻ തയ്യാറുണ്ടോ? അവന്റെ പിഷ്കത്തരം കുറയുന്നുണ്ടോ? അവന്റെ ഔദാര്യം വർദ്ധിക്കുന്നുണ്ടോ? ഔദാര്യം വർദ്ധിക്കുന്നതിൽ മനസ്സിലാക്കാം റബ്ബർക്ക് സമ്പത്ത് വർദ്ധിക്കുന്നത് അവന്റെ വിജയ ലക്ഷണമാണ്. ഒരാൾക്ക് ഇങ്ങനെ കാശ് കൂടുമ്പോൾ ചില ആൾക്കാർ അങ്ങനെയല്ലോ, കൂടുമൊന്നും കൊടുക്കാൻ തയ്യാറാവില്ല. പൊളിഞ്ഞ പിന്നെ കുടുങ്ങിയ പിന്നെ കൊടുക്കും. അപ്പൊ വന്നിട്ട് നമുക്ക് കുത്തുബീത്ത് നടത്തുന്നത് ഭയങ്കര പ്രശ്നത്തിലാണ്, ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര വിഷമത്തിലാണ്, ഒന്ന് വരുന്നുണ്ട് ഒരു കുത്തുബീത്ത് നടത്തണം, നേർച്ച നടത്തണം. ഗൾഫിലേക്കൊക്കെ പോകുമ്പോ വരും ഉസ്താദിനെ വിളിക്കാനേ നേർച്ച നടത്താൻ. ഗൾഫിൽ പോയിട്ട് 10 രൂപ ഉണ്ടായാലോ അത് കുഫറാണ്, അത് ബിദ്അത്താണ്. സമ്പത്ത് കൂടുമ്പോ കൊടുക്കാൻ മടിക്കുന്നുണ്ടോ? പരാജയ ലക്ഷണമാണ്. കൂടുമ്പോ കൊടുക്കാൻ തയ്യാറാകുന്നുണ്ടോ? വിജയ ലക്ഷണമാണ്. ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടെന്നാണ്, ഒരാളെ സ്ഥാനം വർദ്ധിക്കുമ്പോൾ, ഒരാൾക്ക് അല്ലാഹു കൊടുക്കുന്ന പദവി വർദ്ധിക്കുമ്പോൾ ആ വർദ്ധിക്കുന്നത് വിജയമാണോ പരാജയമാണോ? ഒരാൾ ഉണ്ടായിരുന്ന സ്ഥാനത്തേക്കാൾ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ സ്ഥാനം കൂടുന്നതനുസരിച്ചുകൊണ്ട് അവനക്ക് വിജയമാണോ പരാജയമാണോ സംഭവിക്കുന്നത് മനസ്സിലാക്കാൻ മാർഗമെന്താ? പണ്ഡിതന്മാർ പറയുകയാണ് സ്ഥാനം കൂടുന്നതനുസരിച്ചുകൊണ്ട് ജനങ്ങളോട് അടുപ്പം കൂടുകയാണെങ്കിൽ മനസ്സിലാക്കാം അവന്റെ വിജയലക്ഷണമാ. ചിലര് ഇലക്ഷനൊക്കെ വരുമ്പോ, തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോ സ്ഥാനാർത്ഥി കുപ്പായം കിട്ടിക്കഴിഞ്ഞാൽ വളരെ തവാദുവായിട്ട് എല്ലാവരോടും ഭയങ്കര ദൂരത്ത് കാണുമ്പോ ചിരിക്കാനൊക്കെ തുടങ്ങും. വോട്ട് കിട്ടി ജയിച്ച് MLA ആയാൽ MP ആയാൽ അങ്ങനെ വണ്ടി പോകുമ്പോ സൈഡ് കണ്ണാടിപ്പ് ഇങ്ങനെ വേണമെങ്കിൽ നോക്കിയേ അത്രേ ഉള്ളൂ. അവർക്ക് ചിരിക്കാൻ കഴിയുന്നില്ല, കൈയൊന്നും കൊടുക്കാൻ കഴിയില്ല, അവരെ സഹായിക്കാൻ കഴിയുന്നില്ല. പരാജയ ലക്ഷണമാണ്. സ്ഥാനം കൂടുന്തോറും ജനങ്ങളോട് അടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, തവാളു വർദ്ധിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, താഴ്മ വർദ്ധിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അത് വിജയ ലക്ഷണമാണ്. ഇവിടെയാണ് സ്ഥാനം കൂടിയപ്പോ സമസ്തന്റെ ജനറൽ സെക്രട്ടറി ആയപ്പോഴാണ് ഷെയ്ഖുനാന്റെ തവാളു വർദ്ധിക്കുകയാണ്. ഞാൻ പ്രസിഡന്റ് ആയില്ല, ഞാൻ സെക്രട്ടറി ആയില്ലേ. ഒരു കേവലം ജനറൽ സെക്രട്ടറി മാത്രമല്ല, സമസ്തന്റെ എല്ലാ പ്രധാനപ്പെട്ട വകുപ്പുകളുടെയും ഉന്നതമായ സ്ഥാനം കൈവരിച്ചിരുന്നത് ഷെയ്ഖുനാ മുഷാവറ മെമ്പറാണ്. മാത്രമല്ല മുഷാവറയിൽ കുറഞ്ഞ ആളുകൾ മാത്രമുള്ള ഒരു സമിതിയാണ് ഫത്വ ബോർഡ്. ആ ഫത്വ ബോർഡിന്റെ ചെയർമാനാണ് തിരുശ്ശേരി ഉസ്താദ്. സുന്നി മഹല്ല് ഫെഡറേഷന്റെ ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്നതാണ് തിരുശ്ശേരി ഉസ്താദ്. വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രധാനപ്പെട്ട വകുപ്പ് വഹിക്കുന്ന ആളാണ് തിരുശ്ശേരി ഉസ്താദ്. പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ ഉപാധ്യക്ഷനാണ് തിരുശ്ശേരി ഉസ്താദ്. ഒരുപാട് സ്ഥാനങ്ങൾ. ഈ സ്ഥാനം ഇങ്ങനെ കൂടുന്തോറും ഷെയ്ഖുന ജനങ്ങളോട് കൂടുതൽ അടുക്കുന്നു മാത്രമല്ല താഴ്മ വർദ്ധിക്കുന്നു. അതിന് വിജയ ലക്ഷണമാണ്. ചില ആളുകളോ സ്ഥാനം ഇങ്ങനെ കൂടുന്തോറും ജനങ്ങൾ എടുക്കാൻ കഴിയില്ല, ജനങ്ങൾക്ക് അങ്ങോട്ടും എടുക്കാൻ കഴിയില്ല, അകന്ന് കാണണം, അടുത്ത് പോകാൻ പാടില്ല, അങ്ങോട്ട് അടുക്കാൻ കഴിയില്ല, സുരക്ഷാ വലയത്തിലാണ്, അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല എന്ന് പറയാം. അത് പരാജയ ലക്ഷണമാണെന്ന് പണ്ഡിതന്മാരെ.
അപ്പോൾ ഒരു പണ്ഡിതന്റെ ഒരു പ്രധാന ലക്ഷണമാണ് താഴ്മ ഉണ്ടാകുക. അതാ പണ്ഡിതന്റെ വിജയ ലക്ഷണമാണെന്ന് പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊന്ന് ഒരു പണ്ഡിതനുണ്ടാവുന്ന മറ്റൊരു ഗുണമാണ് തന്റെ ഇൽമ കൊണ്ട് ദുനിയാവിനെ തേടാതിരിക്കുക. തന്റെ പാണ്ഡിത്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരെ പോക്കറ്റിൽ കിടക്കുന്ന കാശ് തന്റെ പോക്കറ്റിലാക്കാതിരിക്കുക ഒരു പണ്ഡിതനുണ്ടാവേണ്ട ഏറ്റവും വലിയ ഗുണമാണ്. ചെറുശ്ശേരി സ്ഥാനൊക്കെ ആണെങ്കിൽ തന്റെ ഈ സ്ഥാനവും ഇൽമും ഉപയോഗപ്പെടുത്തി നേരത്തെ MC പറഞ്ഞതുപോലെ ആ പാണ്ഡിത്യവും സ്ഥാനം ഉപയോഗപ്പെടുത്തി എത്ര വേണമെങ്കിലും സമ്പത്തുണ്ടാക്കാമായിരുന്നു. ഇല്ല, ദുബൈയിൽ ചെറുശ്ശേരി സ്ഥാന പ്രോഗ്രാമിൽ പോയപ്പോ അന്ന് യൂസുഫ് അലി ചെറുശ്ശേരി വന്നിരുന്നു. യൂസുഫ് അലി സ്ഥാനം കാണാൻ വന്നപ്പോ ആരോപണി ചെറുശ്ശേരി സ്ഥാനം പറഞ്ഞത്രേ യൂസുഫ് അലി വന്നിട്ടുണ്ട്. എവിടെ വീട് സ്ഥാനം ചോദ്യം അങ്ങനെ തൃശ്ശൂർ ജില്ലയില്ല. എന്താ പണി? യൂസുഫ് അലിക്ക് വേറെ ചില ആൾക്കാരൊക്കെ യൂസുഫ് അലി എന്ന് കേൾക്കുമ്പോൾ എണീക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. എന്തൊക്കെയുണ്ട് പരിപാടി? എങ്ങനെ കച്ചവടം വേറെ തുടങ്ങണ്ടേ? ഉസ്താദോ ചെറുശ്ശേരി ഉസ്താദ് എനിക്കിന്ന് പലവട്ടം വലിയ പണക്കാരൊക്കെ വന്നു ഈ ഉസ്താദിന്റെ കൈ പിടിക്കും. സ്ഥലം പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഉസ്താദുമായി സംസാരിക്കുന്ന സമയത്ത് മണ്ണാർക്കാട് ഒരു പ്രോഗ്രാമിന് വന്നിട്ട് ഉസ്താദുമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊരു വിവാദം കത്തിക്കപ്പെടുന്ന സമയമാണ്. കേരളത്തിൽ ഒരു വലിയൊരു വിവാദം നടക്കുന്ന സമയത്താണ് ഉസ്താദ് ആ വിഷയമായി ഉസ്താദിനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു പണക്കാരൻ വന്നു. ആ നാട്ടിലെ അറിയപ്പെട്ട പണക്കാരൻ വന്നു. ഉസ്താദ് സലാം പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്താ പറഞ്ഞ പറയാ വിഷയം. പണ്ഡിതന്റെ പണ്ഡിതന്റെ ലക്ഷണമാണ് പണക്കാരെ പിന്നാലെ പോകാതിരിക്കുക. പണ്ഡിതന്മാർ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ ബിബാനി ജാഇയാനി ഉർസില ഫീ ഗനമിൻ ബിഅഫ്സദ ലഹാ മിൻ ഹിർസിൽ മർഇ അലൽ മാ. ഒരു മനുഷ്യനിക്ക് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ വിപത്താണ് സമ്പത്തിനോടുള്ള അത്യാഗ്രഹം. സമ്പത്തിനോടുള്ള അത്യാഗ്രഹം ഒരു ചെന്നായെ അല്ലാഹു നിയോഗിക്കുന്നതിനേക്കാൾ ഗൗരവമാണ് ഒരു മനുഷ്യന്റെ മനസ്സിൽ സമ്പത്തിനോട് അത്യാഗ്രഹം. സമ്പത്ത് വേണ്ടെന്നല്ല, സമ്പത്തെല്ലാം ജീവിക്കാൻ കഴിയില്ല, സമ്പത്ത് വേണം. പക്ഷേ സമ്പത്തിനോടുള്ള അത്യാഗ്രഹം. ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഉഖൂബത്തുൽ ഉലമാഇ മൗത്തുൽ ഖൽബ്. പണ്ഡിതന്മാരുടെ ഏറ്റവും മോശകരമായ അവസ്ഥ എന്ന് പറയുന്നത് അവന്റെ ഹൃദയം മരിക്കലാണ്. എപ്പോഴാ ഒരു പണ്ഡിതന്റെ ഹൃദയം മരിക്കുക? മൗത്തുൽ ഖൽബി. ഒരു പണ്ഡിതന്റെ ഹൃദയം മരണപ്പെടലെപ്പോഴാ? തലബ് ദുനിയാ ബിഅമലിൽ ആഖിറ. ഒരു പണ്ഡിതന്റെ ഹൃദയം മരിക്കലെപ്പോഴാ? അവൻ പഠിച്ച ഇൽമുകളെ കൊണ്ട് ദുനിയാവ് തേടുമ്പോൾ, അവൻ പഠിച്ച ഇൽമു കൊണ്ട് സാമ്പത്തിക നേട്ടം കാണുമ്പോഴാണ് ഒരു പണ്ഡിതന്റെ ഹൃദയം മരണപ്പെട്ടു പോയി. ചെറുശ്ശേരി സ്ഥാന്റെ വിജയം അവിടെയാണ്. ചെറുശ്ശേരി സ്ഥാന്റെ വിജയം അവിടെയാണ്. എവിടെ? പണക്കാരെ പിന്നാലെ പോയില്ല. പണക്കാരെ പിന്നാലെ പോയില്ല. മഹത്തുക്കൾ പറയുന്നു, ഒരു പണ്ഡിതന്റെ ഉഖ്റവിയായ പണ്ഡിതന്റെ ഒരു പ്രധാന ലക്ഷണം പണ്ഡിതന്മാർ പറയുന്നത്, വലിയ വലിയ ഭരണാധികാരികളെ പിന്നാലെ നടക്കാൻ പണ്ഡിതന്മാർ പോകില്ല. വലിയ ഭരണാധികാരികളെ നിൽക്കാനോ അവരെ പിന്നാലെ പോകാനോ അതിങ്ങനെ വലിയ പത്രത്തിൽ വലിയ വാർത്ത വരുത്താനോ ഒരു യഥാർത്ഥ പണ്ഡിതൻ പോകൂല. പിന്നെയോ വലിയ രാജാക്കന്മാർ, വലിയ പ്രധാനമന്ത്രിമാരാണ്, വലിയ സ്ഥാനമുള്ള ആളുകളാണെന്ന് കരുതി അവരെ പിന്നാലെ പോകാൻ ഉഖ്റവിയായ പണ്ഡിതന്മാരെ കിട്ടില്ല. ഉഖ്റവിയായ പണ്ഡിതന്മാർ അവരിങ്ങോട്ട് വേണമെങ്കിൽ സന്ദർശിക്കാൻ. കണ്ടില്ലേ, ശംസുൽ ഉലമ ജീവിച്ചിരിക്കുന്ന സമയത്ത് കേന്ദ്രമന്ത്രിയായിരുന്ന സഈദ് സാഹിബ്, ലക്ഷദ്വീപിന്റെ MP ആണ് സഈദ് സാഹിബ് എന്ന് പറഞ്ഞാൽ കേവലം ഒരു MP മാത്രമല്ല. ലക്ഷദ്വീപിൽ പോയപ്പോ അദ്ദേഹത്തിന്റെ ഖബർ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വലിയൊരു ആബിദായി. അദ്ദേഹം ഒരു കോൺഗ്രസിന്റെ MP എന്ന് പറഞ്ഞാൽ കേവലം ഒരു രാഷ്ട്രീയക്കാരനല്ല സഈദ് സാഹിബ്. ഒരു നിസ്കാരം പോലും ഖളാ ആക്കാറില്ല. തഹജ്ജുദ് നിസ്കാരം മുടങ്ങാതെ ജീവിതത്തിൽ കൊണ്ടു നടന്ന ഒരു വ്യക്തിയായിരുന്നു സഈദ് സാഹിബ്. കേവലം ഒരു രാഷ്ട്രീയക്കാരനല്ല സഈദ് സാഹിബ്. ആ സഈദ് സാഹിബ് കേന്ദ്രമന്ത്രിയായപ്പോൾ നേരെ വന്നു ശൈഖുനാ ശംസുൽ ഉലമയുടെ വീട്ടിലേക്ക്. കേന്ദ്രമന്ത്രിയായപ്പോൾ ശംസുൽ ഉലമ അങ്ങോട്ട് സന്ദർശിക്കാൻ പോയില്ല. കേന്ദ്രമന്ത്രിയായ സഈദ് സാഹിബ് ശംസുൽ ഉലമയെ കാണാൻ അങ്ങോട്ട്.
ശംസുൽ ഉലമ സയ്യിദ് മത്സരിക്കുന്ന സമയത്ത് ലക്ഷദ്വീപിൽ ഒരു പ്രോഗ്രാമിന് പോയപ്പോ സയ്യിദ് സാഹിബ് ദുആ ചെയ്യാൻ പറഞ്ഞപ്പോ ശംസുൽ ഉലമ ദുആ ചെയ്തിട്ട് പറഞ്ഞത്രേ, സയ്യിദ് സാഹിബ് താങ്കൾ മന്ത്രിയാകും. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ സയ്യിദ് സാഹിബ് തോറ്റു. സയ്യിദ് സാഹിബ് തെരഞ്ഞെടുപ്പിൽ തോറ്റു. പലരും കളിയാക്കി, ശംസുൽ ഉലമക്ക് വലിയ കറാമത്ത് എന്ന് പറഞ്ഞ ആളുകളെ, ഇതാ സയ്യിദ് സാഹിബ് തോറ്റിരിക്കുന്നു, എങ്ങനെ മന്ത്രിയാകാനാണ്? എല്ലാവരും കളിയാക്കി ശംസുൽ ഉലമയെ. പ്രതിയോഗികൾ ആക്ഷേപിച്ചു, കുറ്റപ്പെടുത്തി. ശംസുൽ ഉലമയുടെ കറാമത്ത് പൊളിഞ്ഞിരിക്കുന്നു. ശംസുൽ ഉലമയോട് ദുആ ചെയ്യാൻ പറഞ്ഞപ്പോ ജയിക്കുമെന്ന് ശംസുൽ ഉലമ പറഞ്ഞിട്ടില്ല. ശംസുൽ ഉലമ പറഞ്ഞു, സയ്യിദ് സാഹിബ് താങ്കൾ മന്ത്രിയാകും. അങ്ങനെ തോറ്റിരിക്കുന്ന സമയത്താണ്, മന്ത്രിസഭ രൂപീകരിക്കുന്ന സമയത്താണ് സോണിയാഗാന്ധി സയ്യിദ് സാഹിബിന്റെ മകൻ ഹംദുല്ലാ സയ്യിദിനോട് നേരിട്ട് പറഞ്ഞു. തോറ്റ് വീട്ടിലിരിക്കുന്ന സമയത്താണ് മന്ത്രിസഭ രൂപീകരിക്കുമ്പോ സോണിയാഗാന്ധി സയ്യിദ് സാഹിബിനെ നേരിട്ട് വിളിച്ചു പറയുന്നു, എത്രയും പെട്ടെന്ന് ഡൽഹിയിലേക്ക് വരണം, താങ്കളെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ആരെ പാർലമെന്റിലേക്ക് മത്സരിച്ച് തോറ്റാളെ മന്ത്രിയാക്കാൻ തീരുമാനിച്ചു. അത് ശംസുലുടെ കഴിവാണ്, അത് കറാമത്താണ്. പറഞ്ഞതുപോലെ ഉണ്ടാകും, ആരെങ്കിലും പറയുന്നതായിരിക്കുന്നില്ല. ആ സയ്യിദ് സാഹിബ് മന്ത്രിയായപ്പോൾ നേരെ വന്നു ശംസുൽ അടുക്കലേക്ക്. പക്ഷേ മഗ്രിബിന്റെ സമയമായിരുന്നു, ശംസുൽ പുറത്തേക്ക് ഇറങ്ങാത്ത സമയമാണ്, ഇബാദത്തിൽ കഴിയുന്ന സമയമാണ്. സയ്യിദ് സാഹിബ് പുറത്തിരുന്നു. കേന്ദ്രമന്ത്രി ഒരു പണ്ഡിതനെ കാത്തിരുന്നു. അങ്ങനെയാണ് യഥാർത്ഥ പണ്ഡിതന്റെ ലക്ഷണം. ഉമറാക്കൾ അങ്ങോട്ട് സന്ദർശിക്കും, ഉമറാക്കളെ സന്ദർശിക്കാൻ അങ്ങോട്ട് പോകുന്ന ശൈലി, ഭരണാധികാരികളെ സന്ദർശിക്കാൻ പോകുന്ന ശൈലി യഥാർത്ഥ പണ്ഡിതന്റെ ശൈലി എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനമന്ത്രിക്കാർക്ക് പോകാൻ പാടില്ലെന്നല്ല പറഞ്ഞത്. അതിന്റെ പിന്നാലെ നടക്കുന്ന രീതി അത് പണ്ഡിതന്മാർക്ക് ബുഹ്റവിയായ പണ്ഡിതന്മാർ ഭരണാധികാരികളെ പിന്നാലെ നടക്കുന്നവരല്ല. ഇനി നോക്കൂ, നിങ്ങൾ പണ്ഡിതന്മാർ പറയുകയാണ്, മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയാണ്, ഇതാ റഅയ്തുമുൽ ആലിമ യഖ്ശൽ ഉമറാ ഫഖറൂ മിൻഹു ഫഇന്നഹു ലിസ്സുന്നൽ. ഇതാ റഅയ്തുമുൽ ആലിം, നിങ്ങൾ ഒരു പണ്ഡിതനെ കണ്ടു, യഖ്ശൽ ഉമറാ, നിരന്തരം ഭരണാധികാരികളെ പിന്നാലെ നടക്കുന്ന ഒരു പണ്ഡിതനെ കണ്ടാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, അവൻ കള്ളനാണ്. നിരന്തരം ഈ ഭരണാധികാരികളെ പിന്നാലെ നടക്കുന്ന ഒരു പണ്ഡിതനെ കണ്ടാൽ മഹത്തുക്കളായ പണ്ഡിതന്മാരൻ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഈദ് റളിയല്ലാഹു അൻഹു സയ്യിദുൽ താബിഈൻ, താബിഈങ്ങളുടെ നേതാവാണ് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. മഹാനവർ പറയുന്നു, ഫഇന്നഹു ലിസ്സുൻ, അവൻ കള്ളനാണ്, ഫഖറൂ മിൻഹു, അവനോട് അടുക്കാൻ പോകരുത്, സൂക്ഷിക്കണേ എന്ന് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നു. അവിടെയാണ് ഒരു ഭരണാധികാരിയുടെ പിന്നാലെ പോകുന്നത്. ഒരു ഭരണാധികാരിയുടെ പിന്നാലെ പോകുന്നില്ല. എത്രയോ അനുഭവങ്ങൾ നമുക്കറിയാം. വലിയ മന്ത്രിമാര് വരുമ്പോ, വലിയ സ്ഥാനത്തുള്ള വരുമ്പോ ചെറുശ്ശേരിസ്ഥാന വിഷയമല്ല, ചെറുശ്ശേരിസ്ഥാന വിഷയം തന്റെ സാധാരണക്കാരെ പ്രവർത്തകർ. ഒരു പണ്ഡിതനുണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണമാണ് തവാളു എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ദുനിയാവിന്റെ ആഡംബര ജീവിതത്തിനോടുള്ള വിരക്തി. ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദിനുണ്ടായ ഏറ്റവും വലിയ ഗുണം തന്നെയാണ്. മറ്റൊന്ന്, ഒരു പണ്ഡിതനുണ്ടാവേണ്ട ഏറ്റവും വലിയ പ്രത്യേകതയാണ് ആ ഇൽമ് അനുസരിച്ചുകൊണ്ടുള്ള അമൽ, ഇബാദത്ത്. ചെറുശ്ശേരി ഉസ്താദിന്റെ ഇബാദത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? രാത്രിയുടെ യാമങ്ങളിൽ എത്ര ദീർഘദൂരം സഞ്ചരിച്ച് പ്രഭാഷണം കഴിഞ്ഞ് പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വന്നാലും മഹാനായ ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദ് തഹജ്ജുദ് മുടങ്ങാറില്ല. നമുക്ക് കഴിയോ? നമുക്കിത് പറയാനല്ല, കഴിയുന്നില്ല. ഈ പ്രായം ചെന്ന സമയത്ത് പോലും ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദിന്റെ തഹജ്ജുദ് മുടങ്ങാറില്ല. എന്തിനേറെ, കഴിഞ്ഞ ദിവസം കുണ്ടോട്ടിയിൽ അനുസ്മരണം നടന്നപ്പോ ഉസ്താദിന്റെ പള്ളിയിലെ ഖതീബ് പറയുകയാണ് ഉസ്താദിന്റെ ഇബാദത്തിനെ കുറിച്ച്. ഒരു ദിവസം രാവിലെ ആ പള്ളിയിലെ ഖതീബ് പറയാണ്, ഞാൻ പള്ളിന്റെ ഉള്ളിൽ ചെന്ന് നോക്കുമ്പോ ഒരാൾ ഇങ്ങനെ സുജൂദ് കിടക്കണം. ഞാൻ നേരെ നോക്കുമ്പോ ചെറുശ്ശേരി ഉസ്താദ്. ഞാൻ നോക്കി നിന്നു. അദ്ദേഹം പറയാം, 20 മിനിറ്റിലേറെ സുജൂദ് കിടക്കണം. ഈ പ്രായത്തിൽ 20 മിനിറ്റിലേറെ സുജൂദ് കിടക്കണം. അദ്ദേഹം അനുസ്മരിച്ചപ്പോൾ ഒരു വാക്കുകൂടി പറഞ്ഞു, ഞാനാകെ പേടിച്ചു പോയി, ഉസ്താദ് സുജൂദിൽ കിടന്ന സ്ഥാനത്തിൽ സംഭവിച്ചു പോയി. കാരണം സുജൂദ് തലവന്നിക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത് മനസ്സിലാക്കണം, ഏത് സമയത്താ? ളുഹാന്റെ സമയത്ത് പള്ളിയുടെ എല്ലാ വാതിലും അടച്ചിട്ടുണ്ട്. ഉസ്താദ് കയറി ഒരു വാതിൽ, എല്ലാ വാതിലും ഒരാള് കാണാൻ വേണ്ടി സുജൂദ് കിടക്കില്ല. ആ സമയത്ത് ആരും പള്ളിക്ക് വരുന്ന സമയമല്ലല്ലോ. രാവിലെ 10 മണി സമയത്ത് ആരും പള്ളിയിലേക്ക് വരില്ലല്ലോ. ആ സമയത്ത് ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദ് സുജൂദിൽ കിടന്നുകൊണ്ട് കരയുകയാണ്, ഇബാദത്തിൽ കഴിഞ്ഞുകൂടി. ഒരു പണ്ഡിതനുണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണമാണ് ഇബാദത്തുണ്ടാകുന്ന താല്പര്യം. അൽഹംദുലില്ലാഹ്, അത് നമുക്ക് കാണാൻ കഴിഞ്ഞു മഹാനായ ശൈഖുനാ സൈനുൽ ഉലമ ചെറുശ്ശേരി. തഹജ്ജുദിന്റെ കാര്യത്തിലായാലും ഏത് കാര്യം എടുത്തു നോക്കിയാലും എന്റെ പ്രിയപ്പെട്ടവരെ, ശൈഖുനാന്റെ ജീവിതം അല്ലാഹു പൊരുത്തപ്പെട്ട മാർഗ്ഗമാണ്.
അതുകൊണ്ടാണ് ആ വഫാത്ത് നോക്കുന്നത്. അവസാന സമയം വരെ ഇൽമിൽ കഴിഞ്ഞു. ചെറുശ്ശേരി ഉസ്താദ് ദാറുൽ ഹുദയിൽ ഹുദവികൾക്കാണ് ക്ലാസ് എടുത്തിരുന്നത്. ഹുദവിയിൽ ക്ലാസ് എടുക്കുമ്പോൾ ഉസ്താദിന് 2 പീരീഡാണ് ഉള്ളത്. ഒന്ന് മഹല്ലി എന്ന് പറയുന്ന ഫിഖ്ഹിന്റെ കിതാബും, മറ്റൊന്ന് തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന് പറയുന്ന ഫിഖ്ഹിന്റെ കിതാബ്. 2 ഫിഖ്ഹിന്റെ കിതാബുകളാണ് ഉസ്താദ് ക്ലാസ്. 2 പീരീഡ് ഉസ്താദ് ക്ലാസ് എടുക്കാറുള്ളൂ. കാരണം ബാക്കിയുള്ള സമയമൊക്കെ ആളുകൾ മസ്അല ചോദിക്കാൻ വരും. ആ മസ്അലക്ക് ഫത്വ കൊടുക്കാനാണ് ഉസ്താദിന്റെ പരിപാടി. അതുകൊണ്ട് 2 പീരീഡ് ക്ലാസ്. പക്ഷേ അവസാന വർഷം, ഈ വർഷം പീരീഡ് നിശ്ചയിക്കുമ്പോ 2 കിതാബ് നിശ്ചയിച്ച ഉസ്താദ് പറഞ്ഞു ഏത് വിഷയമാണ് നിശ്ചയിച്ചത്. അപ്പോൾ നിശ്ചയിച്ചവർ പറഞ്ഞു സാധാരണ പറയുന്ന ഉസ്താദെ ഫിഖ്ഹിലെ 2 കിതാബുകൾ, ഒന്ന് മഹല്ലിയും ഒന്ന് തുഹ്ഫയും. ഉസ്താദ് പറഞ്ഞത്രേ തുഹ്ഫ ആയിക്കോട്ടെ, ഞാൻ എടുത്തോളാം, മഹല്ല് എനിക്ക് വേണ്ട, പകരം ഹദീസിന്റെ കിതാബാവട്ടെ, പകരം ഹദീസിന്റെ കിതാബാവട്ടെ. വന്നവർ പറഞ്ഞു ഉസ്താദെ ശിഷ്യന്മാരൊക്കെ കാത്തിരിക്കുന്നത് താങ്കളുടെ ഫിഖ്ഹ് ഓതണമെന്നാണ്. അപ്പൊ പറഞ്ഞു അത്രേ അല്ല, ഈ വർഷം അങ്ങനെ ആവട്ടെ, എന്റെ മശായിഖ്മാർ പറഞ്ഞിട്ടുണ്ട് അവസാന സമയത്ത് ഹദീസിന്റെ കിതാബുകൾ ഓതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ വർഷം ഹദീസിന്റെ കിതാബാണ് മരണം മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് ശൈഖുന പറഞ്ഞു ഈ വർഷം ഞാൻ ഒരു കിതാബ് ഫിഖ്ഹിന്റെ ഓതി കൊടുക്കാം, ഒരു കിതാബ് ഹദീസിന്റെ. അങ്ങനെ ഓതിക്കൊടുത്ത് ഈ മഹാനായ ഉസ്താദ് ഹോസ്പിറ്റലിൽ പോണ ദിവസം പോലും കിതാബ് ഓതിക്കൊടുത്ത് റൂമിൽ വന്നപ്പോൾ ധാരാളം ആളുകൾ ഫത്വ ചോദിക്കാൻ. ആ ഫത്വ ചോദിക്കാൻ വന്നവരോട് ഫത്വ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉസ്താദ് ചോദിക്കുന്നതല്ല, വേറെ ദുനിയാവുമായി ബന്ധമില്ലാത്ത വേറെ ചില വിഷയങ്ങൾ പറഞ്ഞു. ഫത്വ ചോദിക്കാൻ വന്നവർ തന്നെ പേടിച്ചു പോയി. എന്താണ് ഉസ്താദ് പറഞ്ഞത്? ഇവർ ചോദിക്കുന്ന വിഷയമല്ല, ദുനിയാവുമായി ബന്ധമില്ലാത്ത പല കാര്യങ്ങളാണ് ഉസ്താദ്. ഉടൻ തന്നെ ദാറുൽ ഹുദയിലെ വിസി ബഹുമാനനായ ബഹാഉദ്ദീൻ കണ്ടുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ ഉസ്താദിന്റെ ചില സംസാരങ്ങൾ മാറി വരുന്നുണ്ട്. ബഹാഉദ്ദീൻ വന്നപ്പോഴേക്ക് ഉസ്താദ് തടഞ്ഞിരിക്കുന്നു. ഉസ്താദിനെ വാഹനത്തിൽ കൊണ്ടുപോകുന്ന സമയത്ത് ആ കൊണ്ടുപോയ ആളുകൾ പോകുന്ന സമയത്ത് ഉസ്താദിനോട് എന്ത് ചോദിച്ചാലും മറുപടിയില്ല. ഉസ്താദ് ഫാത്തിഹ ഓതുന്നു, അതോടെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതല്ലാതെ വേറെ ദുനിയവിയായി എന്ത് ചോദിച്ചാലും ഉസ്താദിന്റെ സംസാരം ഒന്നുകിൽ ഫാത്തിഹ അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാന സമയം വരെ ഹോസ്പിറ്റലിൽ കിടന്ന സമയം നോക്കി നിങ്ങൾ ഉസ്താദിന്റെ രോഗം ഡോക്ടർമാർ പറയാണ് ആ സമയത്ത് ഒരാൾക്കും തന്നെ ഓർമ്മ പോലും ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത. പക്ഷേ ഉസ്താദ് കയ്യിൽ സദാസമയം മാല പിടിച്ചിരിക്കുന്നു. മാല മറിച്ചുകൊണ്ടിരിക്കുന്നു. ഓർമ്മയില്ല എന്ന് ഡോക്ടർമാർ പറയുമ്പോൾ പോലും ഉസ്താദിന്റെ കയ്യിൽ വേറെ ചിന്തയൊന്നുമില്ല. ഉസ്താദ് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, മനസ്സുകൊണ്ട്. അല്ലാഹു മഹാനത. മാത്രമല്ല 45 ദിവസമാണ് ഉസ്താദ് ഹോസ്പിറ്റലിൽ കിടന്നത്. ഈ 45 ദിവസം കഴിഞ്ഞ് ഉസ്താദിന്റെ ജനാസ കൊണ്ടുവന്നു വെച്ചപ്പോൾ നേരിട്ട് കണ്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നേരിട്ട് കണ്ടെന്ന് മാത്രമല്ല, ഉസ്താദിന്റെ ജനാസ എടുക്കുന്ന സമയത്ത് എല്ലാവരെയും കാണൽ കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് ഈ കഫൻതുലേക്ക് എടുത്ത് അത് വൃത്തിയാക്കാൻ ഏൽപ്പിക്കപ്പെട്ട കൂട്ടത്തിൽ എനിക്കും ഭാഗ്യം കിട്ടിയപ്പോൾ ഞാൻ ഉസ്താദിന്റെ മുഖത്തേക്ക് ഒന്നുകൂടി. എത്ര സുന്ദരമായി, എത്ര പുഞ്ചിരിയോടെ നമ്മളിലേക്ക് നോക്കി ചിരിക്കുന്നത് പോലെ ഉസ്താദ്, മുഖത്തേക്ക് നോക്കി ചിരിക്കുന്നത് പോലെ ഉസ്താദ്. 45 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന ഉസ്താദിന്റെ മുഖത്ത് അങ്ങനത്തെ ക്ഷീണം കാണാൻ. സാധാരണ സ്റ്റേജിൽ വരുമ്പോൾ പ്രസന്നമായ മുഖത്തോടെ വരുന്നത് പോലെ അല്ല, അതിലേറെ മുഖത്തിൽ ഒരു സന്തോഷത്തോടുകൂടെ എന്തോ കണ്ട് സന്തോഷത്തോടെ ചിരിച്ചു കിടക്കുന്നു. പണ്ഡിതന് അല്ലാഹു നൽകുന്ന അവസാനത്തെ ഗുണമാണ് മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കാൻ കഴിയുക. ഇതൊക്കെ എല്ലാം സമ്മേളിച്ച ഒരു മഹാനായ പണ്ഡിതനായിരുന്നു സൈനുൽ ഉലമ ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദ്. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കടക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുക. നിർത്തേണ്ട വിഷയമല്ല, ഒരുപാട് പറയാണ്ടെങ്കിൽ സമയത്തിന്റെ പരിമിതി ഉഖ്റവിയായ പണ്ഡിതന്മാരുടെ ലക്ഷണങ്ങൾ ഇനിയും ഗസാലി ഇമാം ഒരുപാട് പറയുന്നുണ്ട്. ആ പറയുന്ന ഏത് വിശേഷണം എടുത്തു നോക്കിയാലും അതൊക്കെ ശൈഖുനാ സൈനുൽ ഉലമ ചെറുശ്ശേരി. അതാണ് ഉസ്താദിന്റെ ഒരു ഉഖ്റവിയായ പണ്ഡിതനിക്ക് പറഞ്ഞ എന്തൊക്കെ ഗുണങ്ങളുണ്ടോ എല്ലാം ഞാനങ്ങനെ ഓരോന്ന് വായിക്കുമ്പോ ഉസ്താദിന്റെ ചരിത്രത്തിലേക്ക് അത് നോക്കുമ്പോൾ എല്ലാം അല്ലാഹു നമുക്ക് നൽകിയ ഭാഗ്യമാണ്. ആ ഉസ്താദിനോട് ഖാദിയായി കിട്ടിയത്. അല്ലാഹു ആ മഹാന്റെ കൂടെ സ്വർഗ്ഗത്തിൽ കടക്കാൻ അല്ലാഹുവേ സാധുക്കളായ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. അല്ലാഹുവേ മഹാന്റെ ഖബർ ജീവിതം ഈ സന്തോഷത്തിലും റാഹത്തിലും ആക്കി കൊടുക്കണേ റഹ്മാനേ. ആ മഹാന്റെ കൂടെ സ്വർഗ്ഗത്തിൽ കടക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. അല്ലാഹുവേ നഷ്ടപ്പെട്ടു പോയ ഈ നഷ്ടത്തിന്റെ റബ്ബേ പകരമില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഒരാളും പകരമാകില്ലെന്ന് ഉറപ്പാണ്. ആര് വന്നാലും ഞങ്ങൾക്ക് ഉറപ്പാണ് അതിന് പകരമാകുകയില്ല. ശംസുല്ലമക്ക് പകരം പൂർണ്ണമാവാത്തതുപോലെ ഇതും പകരമാകില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. എങ്കിലും
ആ മഹാന സ്ഥാനത്തേക്ക് നല്ലൊരാളെ ഞങ്ങൾക്ക് എളുപ്പത്തിലാക്കി തരണേ റഹ്മാനെ. നല്ലൊരു മഹാനെ നിശ്ചയിച്ചു തരണേ റഹ്മാനെ. നല്ലൊരു മഹാൻ ഞങ്ങൾക്ക് നിശ്ചയിച്ചു തരണേ റഹ്മാനെ. ആ മഹാന്റെ കൂടെ കൂടാൻ, ആ മഹാന്റെ കൂടെ നിൽക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സമയം ഒരുപാട് വൈകിയതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടിരിക്കുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ തന്മയുടെ കുട്ടികൾ, നമ്മുടെ വിദ്യാർത്ഥികൾ, യുവജന വിഭാഗം ഇവിടെ ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങൾ അവരുടെ നേതൃത്വത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മഹല്ല് ജമാഅത്ത് ഭാരവാഹികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടെ, ആശീർവാദത്തോടുകൂടെ, അവരുടെ എല്ലാ സഹകരണത്തോടുകൂടെയും നമ്മളിവിടുത്തെ യുവാക്കൾ ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം, ഇവിടെ ആരെങ്കിലും മരണപ്പെട്ടാൽ ആ ഖബർ പോലും കുഴിക്കുന്നത് നമ്മുടെ നാട്ടിലെ യുവാക്കളാണ്. ഞാൻ ഒരുപാട് നാട്ടിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും, ഒരുപാട് സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയിട്ടുണ്ടെങ്കിലും, ഒരുപാട് മഹല്ലുമായിട്ട് ബന്ധമുണ്ടെങ്കിലും, ഇങ്ങനെ ഒരാള് മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോഴേക്കും യുവാക്കൾ ഒന്നും പ്രതീക്ഷിക്കാതെ, ഒരാളെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും പ്രതീക്ഷിക്കാതെ ഒന്ന് ഖബർ കുടിക്കുന്ന ആത്മാർത്ഥതയുള്ള സന്നദ്ധ സേവകരായിട്ടുള്ള ഒരു ടീമിനെ ഞാൻ കാണുന്നത് നമ്മുടെ നാട്ടിൽ. നല്ല യുവാക്കൾ എന്തിനു വിളിച്ചാൽ സ്റ്റേജ് ഉണ്ടാക്കാനും, എന്തൊരു കാര്യം പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും നൂറുകണക്കിന് നല്ല പ്രവർത്തകർ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഒന്നും ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി, പബ്ലിസിറ്റിക്ക് വേണ്ടി നടത്തുന്നതല്ല. അതുകൊണ്ട് ഫോട്ടോയോ അതിന്റെ റിപ്പോർട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണമെന്നില്ല. കാരണം അവരുടെ ലക്ഷ്യം അതുമല്ല. പരലോക ലക്ഷ്യത്തെ വെച്ചുകൊണ്ട് മാത്രം നമ്മുടെ യുവാക്കൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരുപാട് പദ്ധതികൾ ബോക്സ് ആരംഭിച്ചു. അത് വളരെ വിജയപ്രദമാണ്. മരുന്നുകൾ ധാരാളം നടത്തിക്കൊണ്ടിരിക്കുന്നു. സാന്ദർഭികമായിട്ട് ഞാൻ കാണുന്നത്, നിങ്ങൾ മരുന്ന് കൊടുത്തയക്കുമ്പോൾ ഈ കുപ്പി മരുന്നുകൾ പൊട്ടിച്ചതാണ് നിങ്ങൾ കൊടുത്തയക്കുന്നത്. പൊട്ടിച്ച മരുന്ന് നമുക്ക് പിന്നീട് അത് മെഡിക്കൽ ഷോപ്പിലേക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. അത് കൊടുത്തയക്കാം. പൊട്ടിക്കാത്ത മരുന്നുകളാണ്. ഗുളിക പിന്നെ ഏതായാലും കുഴപ്പമില്ല, ക്യാപ്സൂൾ ഏതായാലും കുഴപ്പമില്ല, പ്രശ്നമില്ല. മരുന്നുകൾ, കുപ്പി മരുന്നുകൾ ഒരിക്കലും പൊട്ടിച്ച കുപ്പികൾ നിങ്ങൾ കൊടുത്തയക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ ക്ലോത്ത് കളക്ഷൻ, വസ്ത്രശേഖരണം അവർ ആരംഭിച്ചു. അൽഹംദുലില്ലാഹ്, പ്രതീക്ഷിച്ചതിന്റെ ഇരട്ടി വസ്ത്രങ്ങളാണ് ഇവിടെ ദിവസവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സഹകരണം വളരെ വലുതാണ്. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി. അതോടൊപ്പം തന്നെ ഈ മയ്യത്ത് ഖബറടക്കുന്ന സേവനങ്ങളൊക്കെ അവിടെ സന്നദ്ധരാകുമ്പോൾ അവരുടെ ആഗ്രഹമാണ് മയ്യത്ത് പരിപാലനത്തെ കുറിച്ച് നന്നായി പഠിക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച ഇവിടെ മയ്യത്ത് പരിപാലനത്തെ കുറിച്ച് ക്ലാസ് നടക്കുന്നുണ്ട്. അത് കേവലം ഒരു ക്ലാസ് ആയിട്ടില്ല, ഒരു പ്രാക്ടിക്കൽ ക്ലാസ് ആണ്. അത് LCD സംവിധാനത്തോടുകൂടെ എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് കഫൻ ചെയ്യേണ്ടത്, ഇത് കാണിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ് ആണ്. നിങ്ങളൊക്കെ നിർബന്ധമായും ആ യുവാക്കൾ സംഘടിപ്പിക്കുന്ന ക്ലാസ്സിൽ പങ്കെടുക്കണം. ഞായറാഴ്ച, മറ്റന്നാൾ ഞായറാഴ്ച ഉച്ചക്കാണ്, 1:30 മണിക്കാണ് ക്ലാസ് ആരംഭിക്കുക. എല്ലാവരും കൃത്യസമയത്ത് സ്ത്രീകൾക്ക് സൗകര്യമുണ്ടായിരിക്കും. നിങ്ങൾക്കും തന്നെ സ്ക്രീനിലൂടെ ആ സംരംഭം നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. നിങ്ങളൊക്കെ ആ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊന്ന്, നമ്മുടെ പള്ളിയുടെ പണി അൽഹംദുലില്ലാഹ് ഉടൻ തന്നെ ആരംഭിക്കാൻ പോവുകയാണ്. എപ്പോൾ ആരംഭിക്കും നടക്കാത്തത്. പണി തുടങ്ങുമ്പോൾ അതിൻ്റെതായ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാവുള്ളൂ. അത് മാത്രമല്ല, തുടങ്ങി കഴിഞ്ഞാൽ നിൽക്കാതെ പോയിക്കോളും. തുടങ്ങുമ്പോൾ ആർക്കെങ്കിലും കൊടുക്കാതെ ഏറ്റവും നല്ലൊരു ടീമിന് കൊടുക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ് കമ്മിറ്റി അന്വേഷണം നടത്തുകയും അതിൽ അല്പം സാങ്കേതികപരമായ തടസ്സങ്ങൾ ഉണ്ടായതാണ്. എങ്കിലും ഉടൻ തന്നെ നമ്മുടെ പള്ളിയുടെ പണി ആരംഭിക്കുന്നതാണ്. നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ അതിനുവേണ്ടി ഉണ്ടാവണം. നിങ്ങളൊക്കെ സഹായിച്ചിട്ടുണ്ട്, എല്ലാവരും സഹായ സഹകരണം ഉണ്ടായിട്ടുണ്ട്. ഇനിയും കൂടുതൽ സഹായം എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഖൈറും ബറക്കത്തും ചൊരിയുമാറാവട്ടെ. അല്ലാഹുവേ, ഈ സദസ്സിലേക്ക് സഹായിച്ചവർ, ഈ സദസ്സിലേക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തവർ, ഭക്ഷണം നൽകിയവർ, അല്ലാഹുവേ, എല്ലാവരുടെയും നല്ല ലക്ഷ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനേ. പ്രയാസങ്ങളൊക്കെ നീ പരിഹരിക്കണേ റഹ്മാനേ. രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ അല്ലാഹുവേ. ഞങ്ങൾ ഇവിടെ നിർവഹിക്കാൻ പോകുന്ന മജ്‌ലിസിനോട് പടച്ചറബ്ബേ, ഞങ്ങളുടെ എല്ലാവിധ പ്രയാസങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനേ. വിഷമങ്ങളൊക്കെ നീ അകറ്റണേ റഹ്മാനേ. കടങ്ങളൊക്കെ വീട്ടിത്തരണേ റഹ്മാനേ. ഒരുപാട് ആളുകൾ ഒരുപാട് പ്രയാസം പടച്ചറബ്ബേ, വലിയൊരു മഹാനെ, നല്ലൊരു മഹാനെ അനുസ്മരിച്ചുകൊണ്ടാണ് ഞങ്ങൾ നീ സംരംഭമാരുമായി. ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് പടച്ചറബ്ബേ, ഞങ്ങളുടെ നൂറുകണക്കിന് ഞങ്ങൾ എത്ര പാപികളാണെങ്കിലും, ഞങ്ങൾ എത്ര ദോഷികളാണ് അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ദുർബല നിമിഷങ്ങളിൽ ആയിരക്കണക്കിന് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പാണ്, ഞങ്ങൾ പിടിച്ചിരിക്കുന്ന ആളുകൾ നല്ലവരാണ്, ഞങ്ങൾ പിന്തുടർന്നിരിക്കുന്നവർ സ്വാലിഹീങ്ങളാണ്. ആ സ്വാലിഹീങ്ങളെ അല്ലാഹുവേ, ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ നീ പരിഹരിക്കണേ റഹ്മാനേ. വിഷമങ്ങളൊക്കെ നീ ദൂരീകരിക്കണേ റഹ്മാനേ.